സപ്രാർത്ഥനയുടെ 6-ാം ദിവസം നിങ്ങളുടെ നടുവിൽ വന്ന് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ഈ ഭാഗ്യം വലിയൊരു പദവിയായി ഞാൻ കരുതുന്നു. ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ഏറെ ബഹുമാനിക്കുന്ന പ്രിയ കർത്തൃദാസൻ പാസ്റ്റർ ബിബിൻ, പ്രിയ ബ്ലസ്സി, കുഞ്ഞുങ്ങൾ, ആൻറ്റി, അതുപോലെ തന്നെ സുനിൽ പാസ്റ്റർ, കുടുംബം, പിന്നെ ചില മുഖപരിചയമുള്ള ആളുകൾ ഇവിടെയുണ്ട്, സജിത്ത്, കുടുംബം, അങ്ങനെ ഓരോരുത്തരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ദീർഘവർഷങ്ങളുടെ പരിചയമാണ് പ്രിയ ബിബിൻ പാസ്റ്ററുമായിട്ട് എനിക്കുള്ളത്. അദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഞങ്ങളൊന്നിച്ച് നല്ല കൂട്ടായ്മയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിവാഹം, അദ്ദേഹത്തെ കർത്താവ് ഈ തലമുറയിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് കാണാനും ശുശ്രൂഷ അനുഭവിപ്പാനും ഒക്കെ കർത്താവ് എനിക്കും ഭാഗ്യമൊരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസവും കർത്താവ് നിങ്ങളോട് സംസാരിച്ചെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ഇതിൻ്റെ അകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. ഉറപ്പായിട്ട് ഞാൻ പറയാം, ഒരു വലിയ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ ചെയ്തെടുക്കും. ഇന്ന് പകൽ ശുശ്രൂഷിക്കുന്നവരുടെ ശബ്ദത്തെക്കാട്ടിലും വാക്കുകളെക്കാട്ടിലും അപ്പുറത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് എത്രമാത്രം കൊതിയുണ്ടോ അതനുസരിച്ച് ദൈവം ഇന്ന് പകൽ ഇടപെടുന്നേ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ ഇവിടെ വന്നപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൻ്റെ അകത്തെ യാഗത്തിൻ്റെ അകത്ത് തീ കത്തിയിട്ടുണ്ടോന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകണം. ഈ തീ ഇവിടെ ഭയങ്കര ആത്മമണ്ഡലത്തിൽ ഭയങ്കര കത്തൽ നടക്കുന്നുണ്ട്. ഈ തീ കൊണ്ടേ പോകാവൂ നിങ്ങളുടെ വീട്ടിൽ. നിങ്ങളുടെ വീടുകൾക്കകത്ത് ഒത്തിരി അസാധ്യതകൾ ഉണ്ടാകും, ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും, വഴികൾ അടഞ്ഞിരിക്കുമായിരിക്കും, ഒത്തിരി അസാധ്യതകൾ മുന്നിലുണ്ടാകും. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവിടുന്ന് കോരി വാരി എടുത്തുകൊണ്ട് വേണം പോകാൻ. അതിനുള്ള ഒരുക്കം ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകണം. ഞാൻ പറയാം, മനുഷ്യനല്ല ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നരുടെ ചെയ്ത സൈന്യങ്ങളുടെ ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ അടച്ച് അല്പസമയം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ വരം ലഭിച്ചവർ എല്ലാവരും ഒന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഇവിടെ ആരും കാഴ്ചക്കാരായിട്ട് വന്നിട്ടില്ലെന്ന് എനിക്കറിയാം. ഇവിടെ വന്നിരിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ ഒരു പുതപ്പിനെ ദൈവം ഇന്ന് പകൽ ഇടാൻ പോകുകയാണ്. ഇന്ന് പകൽ കൊതിയോടെ വന്നിരിക്കുന്നവരുടെ വീടിൻ്റെ അന്തരീക്ഷത്തെ തിരിക്കാൻ, നിന്റെ തലമുറയുടെ സാഹചര്യത്തെ തിരിക്കാൻ, എന്തൊക്കെ അസാധ്യതകൾ നിന്റെ മുമ്പിലുണ്ടോ അതിനെയൊക്കെ ഇന്ന് പകൽ ആത്മാവിൽ അതിനെ വെട്ടി ആ പിശാചിൻ്റെ പദ്ധതികളെ ഉടയ്ക്കാൻ ഇന്ന് പകൽ ഇതിൻ്റെ അകത്ത് മശിഹ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, എനിക്ക് ആ വിടുതൽ വേണമെന്ന് കൊതിയുള്ളവർ ആഗ്രഹിക്കുന്നവർ വായ്കൾ തുറന്നേ, കരമൊക്കെ ഒന്ന് ചേർത്തടിച്ച് അല്പസമയം. ഇത് നീയും ദൈവവും തമ്മിലുള്ള സമയമാണ്. ഇത് നീയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സമയമാണ്. നീയും പിതാവായ ദൈവവും തമ്മിലുള്ള സമയമാണ്. ത്രിയേക ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കകത്ത് വെളിപ്പെട്ടു വരുന്ന വിടുതൽ ഇന്ന് പകൽ ഓരോ ശരീരങ്ങൾക്കകത്തേക്ക് ഈ പ്രാരംഭ മണിക്കൂറിൽ വചനത്തിന്റെ ശക്തി പോലെ ഇന്ന് പകൽ വ്യാപരിക്കാൻ പോകുകയാണ്. കെട്ടപ്പെട്ടതിനെ ആഴിക്കാൻ, പിശാച് കുരുക്കിയതിന്റെ കുരുക്കുകളെ പൊട്ടിക്കാൻ, ഏതൊക്കെ അസാധ്യതകൾ പിശാച് മുമ്പിൽ കൊണ്ടിട്ടിട്ടുണ്ടോ ആ അസാധ്യതകളെ ഇന്ന് പകൽ ഇവിടെ കത്തുന്ന തീ അതിനെ കാരിച്ചു കളയും. ഇന്ന് പകൽ ചില നാവിന്റെ മേൽ തീ വ്യാപരിക്കാൻ പോകുന്നു, ചില അധരത്തിന്റെ മേൽ തീ വ്യാപരിക്കാൻ പോകുന്നു, ചിലർ പറയുന്ന വാക്കുകളുടെ മേൽ തീ വ്യാപരിക്കാൻ പോകുക. ചിലർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീടിന്റെ അകത്ത് ചില വിടുതൽ സംഭവിക്കാൻ പോകുന്നു. നിന്റെ തലമുറയുടെ മേൽ ചില വിടുതൽ സംഭവിക്കാൻ പോകുന്നു. ഈ 6-ാം ദിവസം പകലിൽ പരിശുദ്ധന്മാർ പറയുന്നു, ചില സൃഷ്ടിപ്പുകൾ നടക്കും. കാത്തട്ടെ ആത്മാവിന്റെ തീ കാത്തട്ടെ.
Ragadabara, Jabababa, Ragabalaga, Jalabadala, Gadalagadaga, Amdaramanaga, Judama Shamdaradi, Amdalamanaga Dudaga, Rasmenia, Asmenia, Rabashmenia, Amdalamanaga, in the Bagal Yeshua Namatel, Nangal Devadasanmar, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അറ്റ്മോസ്ഫിയറിനെ കർത്താവേ ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നവരുടെ വിടുതലിന് തടസ്സമായി വ്യാപരിച്ചു നിൽക്കുന്ന എല്ലാ പൈശാചിക തലത്തെയും ഇന്ന് പകൽ അഭിഷക്തന്മാർ അധികാരത്തോടെ സഭ ഒന്നിച്ച് അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഇന്ന് പകൽ സൈന്യത്താൽ അല്ല, ശക്തിയാലെ അല്ല, യഹോവയുടെ ആത്മാവിനാൽ ഇതിന്റെ അകത്ത് വ്യാപരിക്കേണ്ട, ഇതിന്റെ അകത്ത് വെളിപ്പെട്ടു വരേണ്ട വിടുതലിന് തടസ്സമായി, ഇതിന്റെ അകത്ത് വെളിപ്പെട്ടു വരേണ്ട വിടുതലിന് തടസ്സമായി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ആത്മമണ്ഡലത്തിന്റെ അകത്ത് വെളിപ്പെട്ടു വരുന്ന വിടുതലിന് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക തന്ത്രങ്ങളും എല്ലാ പൈശാചികന്റെ കോട്ടകളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ആത്മാവിൽ ദൈവദാസന്മാർ ഒന്നിച്ച് സഭ ഒന്നിച്ച് ഇന്ന് പകൽ പൈശാചിക വ്യാപാരങ്ങളെ ആത്മാവിൽ ഞങ്ങൾ ഇന്ന് പകൽ ബ്രേക്ക് ചെയ്തു. ആനങ്ങിപ്പോകരുത്. ദൈവസഭ കൽപ്പിക്കുന്നു, നിനക്കിനിയും പിശാചേ ഈ ജനത്തിന്റെ മേൽ നിനക്കിനിയും തൊടാൻ പറ്റത്തില്ല. ഇന്ന് പകൽ സഭ ഡിക്ലെയർ ചെയ്യുന്നു. ഈ കൂട്ടത്തിന്റെ അകത്ത് കയറി നിൽക്കുന്നവരുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെട്ടു വരേണ്ട വിടുതൽ ഇന്ന് പകലിൽ ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുന്നു. തുറന്നു വരട്ടെ. Let it open right now in Jesus name. യേശുവിന്റെ നാമത്തിൽ ആ ആത്മമണ്ഡലം തുറക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന സ്തോത്രം. എല്ലാ പുകഴ്ചയും ആരാധനയും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒരു ശബ്ദമൊന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ ഈ വചനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ഒരുക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം വളരെ നമുക്ക് പരിചയമുള്ളൊരു പദമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-38 വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-38 വാക്യങ്ങൾ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ മതി. ഇവിടെ യേശു കർത്താവ് 7-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് ഈ കൂടാരപ്പെരുന്നാളിൻ്റെ സമയത്ത് യേശു കർത്താവ് പെരുന്നാൾ സ്ഥലത്ത് പോയി നിൽക്കുന്നൊരു സാഹചര്യമാണ്. നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കണമേ. കൂടാരപ്പെരുന്നാളിൻ്റെ സമയത്ത് കർത്താവും ശിഷ്യന്മാരും എല്ലാം കൂടാരപ്പെരുന്നാളിൻ്റെ സമയത്ത് അവിടെ ഉത്സവത്തിന് പോയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ കൂടാരപ്പെരുന്നാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യെരുശലേമിലുള്ള സകല ജനം എന്ത് ചെയ്യുന്നറിയാമോ, ആ ദിവസം ശിലോവിൽ വരും. ശിലോവിൽ വന്നതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നറിയാമോ, അവിടെ നിന്നുള്ള ശിലോവിലെ കുളത്തിൽ നിന്ന് വെള്ളം കോരി ആലയത്തിൻ്റെ അകത്തെ പരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്ന് ഒഴിക്കും. ഈ വെള്ളം കോരി കുടത്തിൽ കോരി വന്നിട്ട് ഒരു ചടങ്ങാണ്. അതൊരു ചടങ്ങ് കൊണ്ടുവന്ന് ഇങ്ങനെ ആലയത്തിൻ്റെ അകത്ത് ഒഴിക്കുന്ന ഒരു ചടങ്ങാണ് ഈ കൂടാരപ്പെരുന്നാൾ സമയത്തുണ്ടായത്. അപ്പം ജനം എല്ലാവരും ഈ ആചാരം ചെയ്യാനായിട്ട് വിവിധ ഇടങ്ങൾക്കകത്ത് നിന്ന് വന്ന് ശിലോവിലെ വെള്ളത്തിൽ നിന്ന് കുടത്തിൽ വെള്ളം കോരി ആലയത്തിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഒഴിക്കുകയാണ്. ഒഴിക്കുമ്പോൾ ഇവരുടെ അകത്തെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ തങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് ദൈവം ഒരു പരിഹാരമുണ്ടാക്കുമെന്നുള്ള കൊതിയോടെ ഇവർ വെള്ളം കോരി ഒരാൾ ഒരു കുടമല്ല പല ആവർത്തി പല തവണ ഈ കോരി കൊണ്ടുവന്ന് ഈ വെള്ളം ഒഴിക്കുന്നൊരു ചടങ്ങാണ് ആ സമയത്ത് നടന്നിരുന്നത്. എന്നിട്ട് കർത്താവ് ഈ സൈഡിലെല്ലാം ഈ ആചാരങ്ങളെയൊക്കെ നോക്കി നിന്നിട്ട് കർത്താവ് ഈ ജനം വെള്ളം കോരി ക്ഷീണിച്ച് നനഞ്ഞ് എന്നിട്ട് ഇവർ കോരിയതിന് ശേഷം തിരിച്ച് നിരാശയോടെ വീട്ടിൽ പോകുന്ന സമയത്ത് യേശു കർത്താവ് അതിൻ്റെ അരികിൽ നിന്നിട്ട് പറയുന്നൊരു പദം ഇതാണ്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എന്ന് പറഞ്ഞാൽ വെള്ളം കോരിയിട്ടും ഇവരുടെ അകത്തെ ദാഹത്തിന് എന്ത് ചെയ്തിട്ടില്ല,
മാറ്റം വന്നിട്ടില്ല. ഹല്ലേലൂയ. ഇവർ ആലയത്തിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെള്ളമൊഴിച്ചു. പക്ഷേ ഇവർ ആലയത്തിൻ്റെ അകത്ത് വന്നതും ആഗ്രഹിച്ചതും പക്ഷേ ഒന്നിനും പരിഹാരം കാണാതെ അകത്തും പുറത്തും ദാഹം അനുഭവിച്ച് ഈ ജനം തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങനെ വെള്ളം കോരിയച്ച് ദാഹിച്ച് വീട്ടിപ്പാനല്ല എൻ്റെ കർത്താവ് ഇന്ന് പകൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനൊരു പ്രവചന ശബ്ദം പറയാം. ഇന്ന് പകൽ ആശീർവാദം പറയുന്നതിന് മുന്നമേ ഇതിൻ്റെ അകത്ത് ചില വീടുകൾക്കകത്ത് ദൈവം ചില പ്രവൃത്തി ചെയ്യും. ഇന്ന് പകൽ കൊതിയുള്ളവരുടെ പരിശുദ്ധാത്മാ പറയുന്നു, പ്രാർത്ഥിക്കുന്ന മാതാക്കളോട് പരിശുദ്ധാത്മാ പറയുന്നു, പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുടെ പരിശുദ്ധാത്മാ പറയുന്നു, ഇത് നിന്റെ പകലാകട്ടോ, ഇത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന പകലാ. ഈ ഓഗസ്റ്റ് മാസം 3 വെറുതെ നിന്റെ ജീവിതത്തിന്റെ അകത്ത് നിന്ന് കടന്നു പോകത്തില്ല. പരിശുദ്ധയാത്മാവ് ഇന്ന് പകൽ ശ്രേഷ്ഠത നിറഞ്ഞു നിൽക്കുന്ന ചില പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ കരമുയർത്തിയോ കരമടിച്ചോ ആരൊക്കെ ആ ശബ്ദത്തിൽ പ്രതികരിക്കും? ഓ ജീസസ്, Amdal manajana ramsmini khatini katagalaga. Oh Jesus, 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 Jesus. അപ്പോൾ കർത്താവ് പറയും, നിങ്ങൾ എങ്ങനെയുള്ളവരാകണം? ദാഹമുള്ളവരാകണം. ഈ ജനമൊക്കെ വെള്ളം കോരി ക്ഷീണിച്ച് ദാഹിച്ച വീട്ടിൽ പോകുന്നേ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ വെള്ളമില്ല, അല്ലെങ്കിൽ അകത്ത് തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടാതെ ഇവർ സങ്കടത്തോടെ ദാഹിച്ച് വലഞ്ഞ് ഇവരവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കർത്താവ് വിളിച്ചു പറയുന്ന ശബ്ദമാണ്, ദേ ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അടുത്ത പദം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. 2 ആത്മതലം കർത്താവിടെ റിവീൽ ചെയ്യുക. 2 ആത്മതലം റിവീൽ ചെയ്യുക. ഒന്ന്, ദാഹമുണ്ടോ? നിനക്ക് കുടിക്കാൻ വെള്ളം കിട്ടും. ദാഹമുണ്ടോ? ഇന്ന് പകൽ നിന്റെ ദാഹത്തെ ദൈവം മാറ്റും. ഇതൊരു ശബ്ദമാണ്. പരിശുദ്ധാത്മ പറയുന്നു, ദാഹമുണ്ടോ? ഇന്ന് പകൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്നുള്ള ദാഹമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മറുപടി എൻ്റെ ദൈവം തന്നേ പറ്റത്തുള്ളെന്നുള്ളൊരു ദാഹമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ദൂതന്മാർ ഇറങ്ങണമെന്നുള്ള ദാഹമുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി കാണാതെ ഞാൻ എഴുന്നേൽക്കത്തില്ലെന്നുള്ള വാഞ്ചയുണ്ടോ? അവരോട് പരിശുദ്ധന്മാർ പറയുന്നു, കുഞ്ഞെ, നിന്റെ ദാഹം ശമിപ്പാൻ ഇന്ന് പകൽ ഇവിടെ ദൈവം ജലവുമായി, നിനക്ക് വേണ്ടുന്ന ഉറവയുമായി, നിനക്ക് വേണ്ടുന്ന വെള്ളവുമായി ഇന്ന് പകൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഏലിയാവിന്റെ അരികിൽ, ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്ന ഏലിയാവിന്റെ അരികിൽ സ്വർഗത്തിൽ നിന്ന് ചുട്ട അപ്പവും വെള്ളവുമായി ദൂതൻ ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽ ദാഹിക്കുന്ന ആരൊക്കെ ഉണ്ട്? പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. വിഷമിക്കുന്ന, ഭാരപ്പെടുന്ന, വ്യാകുലപ്പെട്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ? ഇന്ന് പകൽ നിന്നോട് പരിശുദ്ധന്മാർ പറയുന്നു, കുഞ്ഞെ, ഇവിടെ നിനക്ക് വേണ്ടിയുള്ള പ്രൊവിഷനുമായി ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ലായിരിക്കും. എങ്ങനെ എൻ്റെ വിഷയത്തിൻ്റെ അകത്ത് മറുപടി കിട്ടുമെന്ന് നിനക്ക് അറിയത്തില്ലായിരിക്കും. ഒറ്റക്കാര്യം ഞാൻ പറയാം, യേശുവിനെ വിളിച്ചോ. ഇന്ന് പകൽ കർത്താവേ, എൻ്റെ വിഷയത്തിൽ എനിക്കൊരു മറുപടി കാണണമെന്ന് മാത്രം പറഞ്ഞിവിടെ ഇരുന്നു. കർത്താവ് പറയും, നിന്റെ ദാഹം ദൈവം ശമിപ്പിക്കാൻ പോകുകയാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒരു പ്രധാന പദം ഇതാണ്, ദാഹിക്കുന്നവൻ. ദാഹിക്കുന്നവൻ ചേർന്നെന്ന് പറഞ്ഞു, ദാഹിക്കുന്നവൻ. എല്ലാവരും ചേർന്നു, ദാഹിക്കുന്നവൻ. ഹല്ലേലൂയ. ഇപ്പൊ ഞാനിവിടെ നിങ്ങളുടെ കയ്യിലെല്ലാം ഒരു ബോട്ടിൽ വെള്ളം കിട്ടി നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഇനിയും വെള്ളം വേണമെന്ന് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു വേണ്ടെന്ന് പറയും. കാരണം ഓൾറെഡി നിങ്ങളുടെ ദാഹം എന്ത് ചെയ്തു? തീർന്നു. ദാഹം തീർന്നു. ഹല്ലേലൂയ. എപ്പോഴും നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇല്ല. ദാഹമുള്ളപ്പോൾ മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ ഇന്ന് രാവിലെ മുതൽ വയ്യോളം വെള്ളമില്ലാതെ നിങ്ങളെ വിട്ടാൽ നിങ്ങൾക്ക് എന്തോ ഒരു വെപ്രാളമാണ്. നിങ്ങൾ പറയും, രാവിലെ തൊട്ട് വെള്ളം തരുന്നില്ലെന്ന് ചിന്തിച്ചോ, സന്ധ്യ വരെ വെള്ളം കുടിക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളെ വെള്ളം കുടിക്കാതെ ഇപ്പോൾ 10 മണി തൊട്ട് ഒരു രാത്രി 10 മണി വരെ വെള്ളം കുടിക്കണ്ടെന്ന് ഞാൻ പറയാമെന്ന് ചിന്തിച്ചോ. ചിലർ പറഞ്ഞു, ഓ എന്നാ പാസ് പറഞ്ഞല്ലേ, ചെയ്തേക്കാം. വെള്ളം കുടിക്കുന്നില്ല. രാത്രിയാകുമ്പോൾ എന്താകുമെന്നറിയാമോ? ഒരു പരവേശമോ വെപ്രാളമോ. എന്നിട്ട് ഞാൻ മേശപ്പുറത്ത്, നിങ്ങൾ 10 മണിക്ക് വരുമ്പോൾ നിങ്ങളുടെ മേശപ്പുറത്ത് ഞാൻ നല്ല ചൂട് ബിരിയാണി കൊണ്ടുവെക്കുക. നിങ്ങൾ അതിനുശേഷം അപ്പുറത്ത് കുറച്ച് വെള്ളവും കൊണ്ടുവച്ചു. നിങ്ങൾ ആദ്യം ബിരിയാണി തിന്നുമോ വെള്ളം കുടിക്കുമോ?
ഒന്ന് പറയുന്നേ, ഞാനൊന്ന് കേൾക്കട്ടെ. വെള്ളം കുടിക്കും. ഇതുമല്ല ഇന്ന് വന്നതാ. നിങ്ങളുടെ കറുകച്ചാലുകാരുടെ ശബ്ദം ഇതല്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യം നമ്മൾ എന്തോ ഇച്ചിരി വെള്ളം ഒന്ന് കുടിച്ചിട്ട് മാത്രമേ അടുത്ത പരിപാടിയിലേക്ക് പോകത്തുള്ളൂ, അല്ലേ? എന്ന് പറഞ്ഞാൽ ദാഹം, ഒരു മനുഷ്യൻ്റെ അകത്ത് ദാഹമുണ്ടെങ്കിൽ ആദ്യം ആ മനുഷ്യന് വെള്ളമാണ് വേണ്ടത്, അല്ലേ? ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരണം. കർത്താവ് പറയുന്നു, നിന്റെ ദാഹം ഏതിലാ? ദൈവത്തിലാണോ? ഇന്ന് മുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്റെ ദാഹത്തെ ശമിപ്പിക്കാൻ ചിലതുണ്ട്. ഓ ഹല്ലേലൂയ, കം ഓൺ, കം ഓൺ, കം ഓൺ, കം ഓൺ. ഇന്ന് മുതൽ നിന്റെ ദാഹത്തിന്റെ ശമനം എൻ്റെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, ഒത്തിരി സന്തോഷം തോന്നി. ഹല്ലേലൂയ. ഒത്തിരി ചെറുപ്പക്കാരുണ്ട്, ഒത്തിരി സന്തോഷം തോന്നി. ഇവിടെ പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്ത എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിക്കാത്ത എത്ര പേരുണ്ട്? ഒന്ന് കരം ഉയർത്തിക്ക്. ഒന്നും നാണിക്കണ്ട. അന്യഭാഷ പറയാത്ത എത്ര പേരുണ്ട്? കരം ഉയർത്തിക്ക്. ഒരു നാണവും വേണ്ട, ഒരു നാണവും വേണ്ട. അന്യഭാഷ പറയാത്ത, അന്യഭാഷ പ്രാപിച്ചാന്നോ? പ്രാപിച്ചില്ല, കൈ ഉയർത്തിക്കോ, ഒന്ന് കാണട്ടെ. ഈ പാസ്റ്ററൊക്കെ പ്രാർത്ഥിക്കുമെന്നേ. ഹലോ, ആ കൈ ഒന്ന് ഉയർത്തിക്കുക, ഒന്ന് കാണട്ടെ. ഏകദേശം ഒരു 10 പേര് കൂടുതലുണ്ടല്ലേ? ഉണ്ട് അല്ലേ? ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് പകലും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. നിങ്ങളുടെ അകത്ത് ഈ പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങളുടെ ജീവിതം അത്ഭുതമാകും. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം എന്തെന്നറിയാമോ? നിങ്ങളുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ പകരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് നിങ്ങളതിനെ കോത്തിക്കണം. കർത്താവേ, ഇന്ന് പകൽ എന്നെ ഒന്ന് നിറച്ചിട്ടേ, എൻ്റെ നാവിൻ്റെ മേൽ ആത്മാവിൻ്റെ നിറവ് പകർന്നിട്ടേ നീ പോകാവേ. ഇന്ന് പകൽ ആ ദാഹത്തിൻ്റെ അകത്ത് എനിക്കൊരു ദാഹശമനം ഉണ്ടാകണം എന്ന് ഇന്ന് പകൽ അങ്ങനെയുള്ളവർ ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവരുടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകലിൽ നിന്റെ നാവിൻ്റെ മേൽ ഈ ദൈവാത്മാവ് തീ കത്തിക്കാൻ പോകുകയാ. നിന്റെ അകത്ത് ആത്മാവിനെ ആക്കും, നിന്റെ ഉള്ളിൽ ആത്മാവിനെ ആക്കും. അവൻ നിന്റെ മേൽ ആത്മാവിന്റെ നിറവിനെ പകർന്നു തരും. ഇന്ന് പകൽ ഇന്നലകളിൽ സംസാരിക്കാതെ നിന്റെ നാവിനെ ബന്ധിച്ച ആത്മനിറവ് ലഭിക്കാൻ പറ്റാതെ നിന്റെ അകത്ത് വ്യാപരിച്ചിരിക്കുന്ന എല്ലാ മാനുഷിക തലങ്ങളും യേശുവിന്റെ നാമത്തിൽ സഭ ഇന്ന് പകൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഒഴുകി വരട്ടെ, ആത്മാവിന്റെ നിറവ് ഒഴുകി വരട്ടെ. ഇതുവരെ ആത്മനിറവ് പ്രാപിച്ചവരുടെ പരിശുദ്ധന്മാർ പറയുന്നു, അടുത്ത തലം അളവില്ലാതെ പകർന്നു തരുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവൂടെ ഇന്നലെ വരെ നീ പ്രാപിച്ചതല്ല, ഈ നിമിഷം വരെ നീ പ്രാപിച്ചതല്ല, അടുത്ത തലം ഇന്ന് പകൽ ദൈവം തുറന്നു തരാൻ പോകുകയാ. പ്രാർത്ഥിച്ചേ. അന്യഭാഷ പ്രാർത്ഥിക്കാൻ വരം ലഭിച്ചവർ പ്രാർത്ഥിര്. ഇതുവരെ നീ പറഞ്ഞ ഭാഷയല്ല, ഇതുവരെ നീ ശുശ്രൂഷിച്ച തലമല്ല, ഇതുവരെ നീ പ്രാർത്ഥിച്ച തലമല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അസാധാരണ തലം ദൈവാത്മാവ് തുറന്നു തരിക. പ്രാർത്ഥിര്. വായ് തുറന്ന് പ്രാർത്ഥിര്. വായ് തുറക്ക്. കാത്തട്ടെ. ഭാഷയ്ക്കകത്തൊരു അഭിഷേകം കാത്തട്ടെ. അഭിഷേകത്തിന്റെ ഒരു നിറവ് പകരട്ടെ. നീ അന്യഭാഷ പറയുമ്പോൾ നിനക്കെതിരെ വാദിച്ചു നിൽക്കുന്ന ചില പൈശാചിക കോട്ടകൾ ഇന്ന് പകൽ ഇടിഞ്ഞു പോകുന്നു. നിനക്കെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന പൈശാചിക തലങ്ങൾ ഇന്ന് പകൽ ഇടിഞ്ഞു വീഴുകയാ. നിന്നെ ബന്ധിച്ച മന്ത്രവാദ ശക്തികൾ, നിന്നെ ഒതുക്കിയ ആഭിചാര ശക്തികൾ, നിന്റെ തലമുറകളെ ബന്ധിച്ച എല്ലാ പൈശാചിക തലങ്ങളും ഇന്ന് പകൽ സഹോദരി നീ പറയുന്ന ഭാഷയ്ക്കകത്ത് കരിഞ്ഞു പോകും. ആരുടെ മേലോ ആരുടെയൊക്കെയോ മേലോ ഇന്ന് പകൽ നിറവിനതയോ പകരുന്നല്ലോ. കാഴ്ച കാണാനിരിക്കരുത്. ഇതിൻ്റെ അകത്ത് കാഴ്ച കാണാനിരിക്കരുത്. ഇത് കാഴ്ചക്കാരുടെ സ്ഥലമല്ല. ഇതിൻ്റെ അകത്ത് ദൈവം ചിലത് പകരുന്ന പകല. ഇന്ന് പകൽ ദൈവം ചിലത് നിറയ്ക്കുന്ന പകല. ഇതിന്റെ അകത്ത് പ്രവാചകിമാർ എഴുന്നേൽക്കാൻ പോകുകയാ.
പ്രവാചകിമാർ എഴുന്നേൽക്കാൻ പോകുകയാ, പ്രവാചകന്മാർ എഴുന്നേൽക്കാൻ പോകുകയാ. ഇതുവരെ സഞ്ചരിച്ച തലമല്ല. പരിശുദ്ധന്മാർ പറയുന്നു സുവിശേഷകന്മാർ എഴുന്നേൽക്കാൻ പോകുകയാ, ഇടയന്മാർ എഴുന്നേൽക്കാൻ പോകുകയാ. പരിശുദ്ധന്മാർ പറയുന്നു ഇത് ഈ കൂട്ടായ്മ കൊണ്ട് ഒതുങ്ങത്തില്ല. അടുത്ത ചില കെയർ സെല്ല് പോലെ, അടുത്ത ചില കൂട്ടായ്മകൾ പോലെ ഈ കോട്ടയത്തിന്റെ മറ്റൊരിടത്തേക്ക് ദൈവം ഒരു ബ്രാഞ്ച് പോലെ എന്തൊക്കെയോ ചെയ്തെടുക്കാൻ ആരംഭിക്കുന്നു, ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. Thank you, Father. Thank you, Father. Thank you, Father. Thank you, Father. Thank you. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഞാനൊന്ന് മുന്നോട്ട് പോകാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം അവിടെ രണ്ട് പദം പറയുന്നു. ഒന്ന് ദാഹിക്കുന്നവനെല്ലാം, ദാഹിക്കുന്നവനല്ല. അടുത്തത് വിശ്വസിക്കുന്നവൻ. ചേർന്ന് പറഞ്ഞ ദാഹിക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ. ദാഹിക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ. ഒന്ന് പറഞ്ഞ് ദാഹിക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ. നിങ്ങൾ ഏത് തലത്തിലാണ് നിൽക്കുന്നത്? ദാഹിക്കുന്ന തലമാണോ വിശ്വസിക്കുന്ന തലമാണോ? ദാഹിക്കുന്നവർക്ക് വെള്ളം കിട്ടും, വിശ്വസിക്കുന്നവൻ എന്തോ കിട്ടും? വായിച്ചേ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന്. ദാഹിക്കുന്നവന് വെള്ളം കിട്ടും. ദാഹിക്കുന്നവൻ എന്തോ കിട്ടും? വെള്ളം കിട്ടും. വിശ്വസിക്കുന്നവൻ എന്തോ കിട്ടും? നദികൾ കിട്ടും. മിണ്ടുന്നില്ല. ഓ, എല്ലാ ദൈവാസനെ, എല്ലാ സുനുപാസ്റ്റേ, ദാഹിക്കുന്നവൻ എന്തോ കിട്ടും? വെള്ളം. നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന പോലെ വെള്ളം കിട്ടും. വിശ്വസിക്കുന്നവൻ എന്തോ കിട്ടും? ജീവജല നദി, നദികൾ കിട്ടും. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ബിസ്ലറിയുടെ ഒരു കുപ്പി വെള്ളം വേണോ അതോ ഒരു നദി വേണോ? നദി വേണം. ഞാൻ പോവാ, നിങ്ങളൊന്നും പറയുന്നില്ല. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ നിൽക്കത്തില്ല. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു ചേർത്തു. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എനിക്കറിയാം ഇന്ന് പകൽ ഇതിൻ്റെ അകത്ത് കർത്താവ് ചിലത് ചെയ്യും. എനിക്ക് ബിയും പാസ്റ്റയും സുൽ പാസ്റ്റയും അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇന്ന് പകലിൽ ഒന്ന് ആത്മാവിലൊന്ന് ഞാൻ വിരിഞ്ഞ് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം എന്തൊക്കെയോ കർത്താവ് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കയറി വരണേ, എൻ്റെ കൂടെ ഒന്ന് കയറി വരണേ, എൻ്റെ കൂടെ ഒന്ന് ആത്മാവിൽ കയറി വരണേ. ഇന്ന് പകരം ഇതിൻ്റെ അകത്ത് ദാഹിക്കുന്ന തലം നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് കയറി പിടിച്ചോണം. കർത്താവേ, എൻ്റെ ദാഹം ഒന്ന് മാറ്റണം. അതിൻ്റെ അകത്ത് നിൽക്കരുത്. അടുത്ത തലമാണ് വിശ്വസിക്കുന്നവൻ. ഞാൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഞാനൊന്ന് മുന്നോട്ട് പോകാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ ഈ ആത്മനിറവുകളെ കുറിച്ച് എൻ്റെ ചെറുപ്രായത്തിൽ പരിചയമുണ്ടായിരുന്നൊരു സമയമുണ്ട്. ആത്മനിറവുകളെ കുറിച്ച് ആ സമയത്ത് ഞാൻ ഓർക്കുന്നു, ഞാനൊക്കെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ അന്യഭാഷ ലഭിക്കുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടുന്നു. ആ സമയത്ത് ഭയങ്കര വിശ്വാസം വന്നേ. ഹല്ലേലൂയ. 7ാം ക്ലാസ്. ഇപ്പം ഏതോടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 8ലോ 9ലോ? 9ലാണോ? പിന്നെ 10ലാണോ? ഇവനെ കണ്ടാ 10ലാന്ന് പറയത്തില്ലല്ലോ. കൊള്ളാടാ, മിടുക്കനാടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ നല്ല നീളമൊക്കെ ആ മോൻ്റെ ഒത്തൊക്കെ അത്രയും കാണും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് മീശയുള്ള സമയമാണ് ആ സമയത്ത്, 2000-ലൊക്കെ. ഹല്ലേലൂയ. അപ്പോൾ ആ സമയത്തൊക്കെ പരിശുദ്ധാത്മാവിനെ പുറകിലിരിക്കുന്ന 2 പേരൊക്കെ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചാണോ മക്കളെ? ആണോ? ദൈവം നിങ്ങളെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. ആമേൻ. ഇന്ന് പകൽ ഭയങ്കര കത്തൽ നടക്കാൻ പോവുക. ഈ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, ഈ പരിശുദ്ധാത്മാവ് ലഭിക്കണമെന്നുള്ള കൊതി ഞങ്ങളുടെ അകത്ത് എൻ്റെ അമ്മയും വലിയമ്മയും കൊണ്ട് അങ്ങോട്ട് ഇട്ടു. അന്യഭാഷ പറഞ്ഞോളാം, അന്യഭാഷ പറഞ്ഞ നിനക്ക് ബുദ്ധി ഉണ്ടാകും, നിനക്ക് ജ്ഞാനമുണ്ടാകും. എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങൾ അന്യഭാഷ പ്രാപിച്ചു. ചർച്ചിൽ ഉപവാസം ഇരുന്ന സമയത്ത് പെങ്ങൾ, ആ സമയത്ത് നമ്മളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന സമയമാണ്. ആ സമയത്ത് അപ്പോൾ പ്രാരംഭ സമയത്തൊന്നും നമ്മൾ പോകത്തില്ലല്ലോ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത്. ഏറ്റവും അവസാന ദിവസം പോയി അല്പസമയം ഇരുന്നിട്ട് പോകുന്നവരുടെ കൂട്ടത്തിലായിരുന്നു ആ സമയത്ത് ഞാൻ. പക്ഷേ പെങ്ങൾക്ക് അന്യഭാഷ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വാശി. എന്നാൽ പിന്നെ എനിക്കും എന്തോ കിട്ടണം. അങ്ങനെ പോയി ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് പോയിരുന്നു. ഈ വെക്കേഷൻ സമയത്താണ്, വലിയ അവധി സമയത്താണ്. ആ സമയത്ത് പാസ്റ്റർ പറയും, പിള്ളേരെ ആരെ അമ്മ വീട്ടിൽ വിടരുത്,
ആ സമയത്ത് അമ്മമാരൊക്കെ പാസ്റ്റർമാർ പറയുന്നതേ കേൾക്കത്തുള്ളൂ. ഇപ്പോഴോ മിണ്ടുന്നില്ലാരും. ഹല്ലേലൂയ. ആ സമയത്ത് പറയും, മക്കളെ ഈ പ്രാവശ്യം വിടരുത്, അവൻ അഭിഷേകം പ്രാപിച്ചിട്ടേ വിടാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പാസ്റ്റർ അങ്ങനെ ചെയ്തോളാം. ഇപ്പം അമ്മ വീട്ടിൽ വിടരുത്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ പറയും, പാസ്റ്റർ ഞങ്ങളെല്ലാം വീടടങ്കം പോവാ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? പാസ്റ്റർ പറയുന്നത് അവിടെ കിടക്കും, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോകും. ഇപ്പോഴും പിള്ളേരെന്ത് ചെയ്തിട്ടില്ല. ഹലോ, ഞാനൊരു കാര്യം പറയും, ഈ നമ്മുടെ പിള്ളേരെയൊക്കെ UK-യിലും കാനഡയിലും ഒക്കെ വിട്ടു, നല്ല കാര്യമാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം പറയണം, മോനെ അഭിഷേകം പ്രാപിച്ചിട്ടേ പോകാവൂ. ഇത് പറയണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയൊക്കെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, അവരുടെ ലെവലൊക്കെ ഭയങ്കരമായിട്ട് ദൈവം മാറ്റും. ഗ്ലോറി ടു ഗോഡ്. ഞാൻ അനുഭവം പറയാം. അപ്പം എൻ്റെ പെങ്ങൾ അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, പെട്ടെന്ന് ഈ സാധനം കിട്ടുമല്ലോ. പോയിരുന്നു. എവിടാ? 1-ാം ദിവസം 2-ാം ദിവസം 3-ാം ഉപവാസം നീരാൻ തുടങ്ങുക. എനിക്ക് മാത്രം കിട്ടുന്നില്ല, ബാക്കിയുള്ളവരെല്ലാം തീ പോലെ ആരാധിക്കുക. ഹല്ലേലൂയ. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും പ്രവചിക്കുന്നു, ഭയങ്കര അന്യഭാഷ പറയുന്നു, പ്രവചിക്കുന്നു പിള്ളേർ, എൻ്റെ ആളുകൾ. പക്ഷെ എനിക്ക് മാത്രം കിട്ടുന്നില്ല. ഞാൻ കരയാൻ തുടങ്ങി, ഞാൻ ദൈവസന്നിധി സമർപ്പിക്കാൻ തുടങ്ങി. ആ സമയത്താ ദാഹം ഉണ്ടായത്. എന്തുണ്ടായി? അതുവരെ എൻ്റെ അകത്തുറ ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് ചെന്നതാ. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? തരാതെ ദാഹം വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ അകത്ത് ഭാഷ വരാൻ തുടങ്ങിയത്. അതാണ്, നമ്മുടെ അകത്തൊരു ദാഹം ഉണ്ടാകണം. ദാഹമുണ്ടെങ്കിലേ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? നിറയ്ക്കത്തുള്ളൂ. ഇനി അടുത്തൊരു കാര്യം, അപ്പോൾ ഞാൻ അഭിഷേകം പ്രാപിച്ചു. അതിനുശേഷം ഈ 10-ാം ക്ലാസ്സിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ സമയത്താണ് ഈ അന്നത്തെ ഇപ്പോഴും കളിയാക്കി പറയും, ഊതി വീഴ്ത്തുക എന്ന് പറയും. ഊതി വീഴ്ത്തുക. ഇതിനോടൊന്നും ഞാനൊന്നും കമൻ്റൊന്നും പറയാറില്ല. പക്ഷെ ആ സമയത്ത് ഞാനും ഈ കൺവെൻഷന് ഞാൻ പോയി. ഊതി വീഴ്ത്തുന്നത് എന്താണെന്ന് കാണാൻ ഞാനും പോയി. അപ്പം ഞാൻ വലിയ കൺവെൻഷനാണ്. അപ്പം ഞാനിതുപോലെ നിങ്ങളുടെ ഇടയിൽ ഒരാളെ പോലെ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇരിക്കുക. അപ്പോൾ ഒരു ദൈവദാസൻ വന്നു, ഇവിടെ വന്നു, സ്റ്റേജിൽ വരുന്നു, പാസ്റ്റർമാരെ ഇങ്ങനെ തൊടുന്നു, അവർ വീഴുന്നു. ഞാൻ ഓർത്ത് ഇത് എന്നാ പരിപാടിയായത്, ഇത് ദൈവികമാണോ എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു കേട്ടോ. ഞാൻ ചിന്തിച്ചു, കർത്താവ് ഇത് ദൈവികമാണോ, ഇങ്ങനൊക്കെ വീഴുമോ? അപ്പോൾ 1-ാം ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞപ്പം എനിക്കറിയാം ഇത് ഒരു മനുഷ്യൻ ഇങ്ങനെ ചത്തതുപോലെ വീഴാൻ പറ്റുമോ മാനുഷികമായിട്ട്. അപ്പം ഞാൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് ദൈവികമാണെങ്കിൽ എന്നെ നീ ഒന്ന് തൊടണം. ഞാൻ പ്രാർത്ഥിച്ച, കാരണം എൻ്റെ അകത്തൊരു ദാഹം ഉണ്ടായി. ഇത് ദൈവികമാണെങ്കിൽ എന്നെ എന്ത് ചെയ്യണം? ഒന്ന് തൊടണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കേട്ടോ. ഈ ആ കൺവെൻഷൻ്റെ ലാസ്റ്റ് ഡേ പാസ്റ്റർ ആനിസൻ കെ സാമുവേൽ എന്ന് പറയുന്ന ദൈവദാസനാണ് ശുശ്രൂഷിക്കുന്നത്. ഞാൻ 2000 അപ്പോൾ അദ്ദേഹം ശുശ്രൂഷിക്കുമ്പോൾ ഇതിൻ്റെ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഒരു ബ്ലൂ ഷർട്ട് ഇട്ട് നിൽക്കുക. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ആ പയ്യൻ ഇങ്ങ് വരാൻ പറഞ്ഞു. ഞാൻ പുറകിന്ന് ഞാൻ മുമ്പോട്ട് വന്നു. എന്നെക്കുറിച്ച് അദ്ദേഹം ഒത്തിരി പ്രവചനം പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതായ ഒത്തിരി പ്രവചന ശബ്ദങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഞാനിതുപോലെ വലിയ സ്റ്റേജ് താഴെ നിൽക്കുക. അദ്ദേഹം എന്നെ തൊട്ടില്ല കേട്ടോ. ഇങ്ങനെ എൻ്റെ ശിരസിൻ്റെ മുകളിൽ കൈ വെച്ചതേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഏതോ നമ്മുടെ ഈ ലൈറ്റിൻ്റെ അകത്ത് കൊണ്ട് നമ്മൾ കൈ വെക്കുമ്പോൾ ഷോക്ക് അടിക്കത്തില്ലേ, ഒരൊറ്റ അടിച്ച് ഞാൻ തറയിൽ പോയി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതാരും ഊതുന്നതുമല്ല, തെള്ളുന്നതുമല്ല. ദൈവശക്തി ഇറങ്ങിയാൽ അതിൻ്റെ അകത്ത് ചില പ്രവൃത്തി നടക്കും. ഓ ഹല്ലേലൂയ. വിമർശിക്കാനായിട്ട് നിൽക്കരുത്. ഇന്ന് പകൽ ഒരു കൊതി ഉണ്ടാകണം. എനിക്കറിയാം ഇന്ന് പകൽ ഇതിൻ്റെ അകത്ത് ദൈവം ചില പ്രവൃത്തി ദാഹിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്തെടുക്കാൻ പോകുകയാണ്. ആരൊക്കെ ഇന്ന് പകൽ ദാഹിക്കുന്നുണ്ടോ, ആരൊക്കെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നുണ്ടോ, ആരൊക്കെ ഇന്ന് പകൽ കൊതിക്കുന്നുണ്ടോ, എനിക്കറിയാം ദൈവം ചിലരുടെ ദാഹത്തെ പരിഹരിക്കാൻ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ 1-2 പദങ്ങളൊന്ന് പറഞ്ഞ് അതിനുമായിട്ടൊന്ന് കണക്ട് ചെയ്യട്ടെ. ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ അകത്ത് യോഹന്നാൻ 7-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശു കർത്താവ് പറഞ്ഞതും, അതായത് മറ്റു സുവിശേഷങ്ങൾക്കകത്ത് ഇല്ലാത്തതും, എന്നാൽ യോഹന്നാൻ ചില പ്രത്യേക വാക്കുകളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കയറി പിടിച്ചുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതി വെക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് ഇവിടെ പറയുന്നു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്താ കുടിക്കേണ്ടത്? ദാഹിക്കുന്നവൻ എന്താ വേണ്ടത്? വെള്ളം വേണം, വെള്ളം. അപ്പം ഞാൻ ഈ അധ്യായം വായിച്ചപ്പോൾ 7-ാം അധ്യായത്തിൽ
വെള്ളം കുടിക്കട്ടെ എന്ന് പറയുന്നു. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ. അതും എന്താ? അതും വെള്ളമാണ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് നിറവ് കവിഞ്ഞൊഴുക്കുള്ള ഒന്നിനെയാണ് നമ്മൾ നദികൾ എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ 7-ാം അധ്യായത്തിൽ നദികൾ എന്ന് വിളിക്കും. നമുക്ക് വേഗത്തിൽ 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. 1-ാം അധ്യായത്തിലേക്ക് വരിക. അതിൻ്റെ 31-ാം വാക്യം ഒന്ന് വായിച്ചേ. 1-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം. ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ, ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ 1-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന, ഞാൻ ഈ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ബൈബിൾ വായിച്ചപ്പോൾ ഈ 1 തൊട്ട് 7 അധ്യായത്തിൽ വരെ വെള്ളം വെള്ളം വെള്ളം. നിങ്ങൾ ആ വെള്ളം എന്ന് പറയുന്ന വാക്കൊന്ന് അടയാളപ്പെടുത്തണേ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കേ. 1-ാം അധ്യായം തൊട്ട് ഞാൻ പറയാം. ഈ നമുക്കറിയാം, ഇപ്പം വെള്ളം അധികമായ പ്രശ്നം, വെള്ളം കുറഞ്ഞാലും എന്താണ് പ്രശ്നം, അല്ലേ? ഇപ്പോൾ വെള്ളമില്ലാത്ത ഇടത്ത് ആൾക്കാർ വീട് വെക്കാൻ എന്ത് ചെയ്യത്തില്ല, തയ്യാറാകത്തില്ല, അല്ലേ? ആദ്യം ഒരു സ്ഥലം വാങ്ങിച്ചാൽ, ബിംബാസ് ഇപ്പം ഒരു 25 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചാൽ ആദ്യം എന്താ ബിംബാസ് ചെയ്യുന്നേ? കിണർ കുത്തും, അല്ലേ? വെള്ളമുണ്ടോന്ന് നോക്കും. വെള്ളമില്ലെങ്കിൽ എന്തോ ചെയ്യും? ആ സ്ഥലം പതിയെ അവിടെ കൊടുത്തിട്ട് വെള്ളമുള്ളിടത്തോട്ട് എന്ത് ചെയ്യാൻ നോക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? ഞാൻ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാവകാശം ഞാനൊന്ന് പറഞ്ഞു വരട്ടെ, അല്ലേ? അപ്പോൾ വെള്ളമുള്ള ഇടത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ വസ്തു വാങ്ങിക്കും, കിണർ കുത്തും. വെള്ളം പ്രധാനമാണ്. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളോട് ഞാൻ ബിംബാസോട് പറയാം, പാസ്റ്റേ പമ്പാ നദിയുടെ കരയിൽ 1 ഏക്കർ വസ്തു തരട്ടെ, തന്നോളാൻ പറയും. പക്ഷെ എന്നാലും പറയും, ദൈവമേ, എല്ലാ മൺസൂൺ സമയത്തും നെഞ്ചത്ത് വലിയ തീക്കല്ല് വാരിയിട്ടതുപോലെ. കാരണം എപ്പോഴാണെന്ന് അറിയത്തില്ല വെള്ളം വരുന്നത്. ഇപ്പം വയനാട്ടിലെ കാര്യം പറഞ്ഞില്ലേ, മഴ പെയ്തതാ, ഇപ്പോഴും ബോഡികൾ എണ്ണിത്തിട്ടപ്പെട്ടിട്ടില്ല. എന്തൊരു അവസ്ഥയാ, അല്ലേ? ഹല്ലേലൂയ. ഭയങ്കര സങ്കടം തോന്നി. അപ്പം ഞാൻ ആ ദൂതിലേക്ക് വരാം. വെള്ളം കുറഞ്ഞാലും പ്രശ്നമാണ്, വെള്ളം കൂടിയാലും പ്രശ്നമാണ്. ഹല്ലേലൂയ. അപ്പം ഈ വെള്ളം കൂടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഒഴുക്കുള്ള ഇടത്ത് ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാർക്കുക അസാധ്യമാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കയ്യിൽ ഓരോ ബോട്ടിൽ വെള്ളം കാണാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കയ്യിലെല്ലാം വെള്ളം കാണും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഞാൻ വന്നെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ദൈവദാസന്മാരെ ഞങ്ങൾ വന്നു, നിങ്ങൾ ഓടി എന്താ ചെയ്യുന്നത്? ഓടി ചെന്നിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്ത് അടുപ്പയിലോട്ട് വെച്ചിട്ട് എന്തു ചെയ്യും? തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു കട്ടൻ കാപ്പിപ്പൊടി ഇട്ടാൽ അതെന്തായി? വെള്ളത്തിൻ്റെ അകത്ത് കാപ്പിപ്പൊടി ഇട്ടാൽ അത് കാപ്പിയായി. വെള്ളത്തിൻ്റെ അകത്ത് തേയില ഇട്ടാൽ എന്തായി? തേയില വെള്ളമായി. അതിൻ്റെ അകത്ത് പാലൊഴിച്ചാലോ അത് പാലും വെള്ളമായി. ഇനി പാലും വെള്ളത്തിൻ്റെ അകത്ത് തേയില ഇട്ടാൽ അതെന്തോ ചെയ്യും? ചായയായി. ആ പാലിനകത്ത് തന്നെ കാപ്പിപ്പൊടി ഇട്ടാൽ എന്തായി? കാപ്പിയായി. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടന്റാണ്. അതിൻ്റെ അകത്ത് ചേരുവ ചേർന്ന് വരുമ്പോൾ ഇതിൻ്റെ അകത്തെ ഘടനമാറ്റം വരും. ഇപ്പോൾ 1 കുപ്പി വെള്ളവും, ഞാനിപ്പം ആൻറ്റിയുടെ കയ്യിലോട്ട് 1 കുപ്പി വെള്ളവും ഇച്ചിരി ആൻറ്റിയോട് പറയാം, ആൻറ്റി ഇച്ചിരി സ്ക്വാഷ് വല്ലതും ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉടൻ തന്നെ പോയിട്ട് എന്തെങ്കിലും പൊടി കലക്കി ഇച്ചിരി പഞ്ചാര ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ കുടിക്കാൻ സ്വാദിഷ്ടമായ തരത്തിൽ തരും, അല്ലേ? അപ്പം പച്ചവെള്ളമാ, പക്ഷെ ഇതിൻ്റെ അകത്ത് ചില കണ്ടന്റുകൾ ചേരുമ്പോൾ എന്താകുമെന്നറിയാമോ? മനുഷ്യന് എനർജി തരും, കുടിക്കാൻ ഇടയാകും, ദാഹം മാറ്റും, പല തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഉപയുക്തമായി തീരാൻ പറ്റും. ഞാൻ പറയുന്ന മക്കളെ, നമ്മളൊക്കെ ഈ കറുകച്ചാലിൽ ഇവിടെയൊക്കെ കോമൺ ആയിരിക്കുന്ന മനുഷ്യരാ. നമ്മൾ ആരാണ്? മനുഷ്യരാ, കോമണാ. എവിടെ നോക്കിയാലും ഇവിടെ മനുഷ്യനെ മുട്ടിയിട്ട് ജീവിക്കാൻ പറ്റാത്തതുപോലെ മനുഷ്യരുടെ എണ്ണം വരിക. പക്ഷെ ഞാൻ പറയാം, അതിലൊരാളാകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, വെള്ളമുണ്ടച്ച സത്യമാ, പക്ഷെ നിന്റെ അകത്ത് ചില സ്വർഗീയ കണ്ടന്റിനെ ദൈവം ഇന്ന് പകൽ ആഡ് ചെയ്യാൻ പോവാ. മനസ്സിലാക്കുന്നവർ
ഇന്ന് പകൽ നീ ഒരു സാധാരണക്കാരിയായിരിക്കാം, നീ ഒരു സാധാരണക്കാരനായിരിക്കാം, നീ ഒരു സാധാരണ വ്യക്തിയായിരിക്കാം, ഒരു സാധാരണ അപ്പന്റെയും അമ്മയുടെയും ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനായിരിക്കാം, നീ ഒരു സാധാരണ വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, ഒരു സ്വർഗീയമായ ചിലത് ഇന്ന് പകൽ നിന്റെ അകത്തേക്ക് ദൈവം പകലിൽ കൈമാറാൻ പോകുകയാ. ഇന്ന് പകൽ നിന്റെ അകത്ത് സ്വർഗീയമായ ചിലത്. ഈ ദൂതനെ പിടിക്കുന്നവർ ഒന്ന് ആത്മാവിൽ സ്വീകരിച്ചേ, ഈ ദൂതനെ ഒന്ന് സ്വീകരിച്ചേ. കുഞ്ഞെ, നിന്റെ അകത്ത് ദൈവത്വത്തിന്റെ ദൈവികമായ നാമത്തിൽ ഇന്ന് പകലിൽ അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഇതിന്റെ അകത്ത് സംഭവിക്കട്ടെ. എന്റെ കർത്താവേ, ഇതിന്റെ അകത്ത് പച്ചവെള്ളത്തിന്റെ അകത്ത് സ്വർഗീയമായ ചിലത് ചേരുമ്പോൾ ആ പദാർത്ഥത്തിന് മാറ്റം വരുന്നത് പോലെ ഇന്ന് പകൽ ഇതിന്റെ അകത്തിരിക്കുന്ന ചില വീടുകൾക്കകത്ത് ഇതിന്റെ അകത്ത് വന്നവരെ പോലെയല്ല, തിരികെ ഇവർ ചെല്ലുമ്പോൾ ഇവരുടെ അകത്തേക്ക്, ഇവരുടെ അകത്ത് നിന്ന് ചില ദൈവിക പദ്ധതികൾ പുറത്തു വരട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആരെയൊക്കെ പ്രാരംഭ നിമിഷം തൊടുകയാ, ആരെയൊക്കെ എന്റെ ദൈവം തൊടുകയാ, എന്റെ ദൈവം ആരെയൊക്കെ ഇന്ന് പകൽ സ്വർഗീയമായ ചിലത് ഇന്ന് പകൽ കൈമാറുകയാ. നിന്റെ ശരീരത്തിന്റെ അകത്ത് സൗഖ്യമാണോ വേണ്ടത്? ഇന്ന് പകൽ സൗഖ്യത്തിന്റെ കണ്ടന്റിനെ ദൈവം ഇന്ന് പകൽ കൈമാറുകയാ. ഇന്ന് പകൽ നിന്റെ ശരീരത്തിന്റെ അകത്ത് ഒരു സമാധാനമാണോ വേണ്ടത്? സ്വർഗീയ സമാധാനം എന്റെ ദൈവം കൈമാറുകയാ. ഇന്ന് പകൽ അഭിഷേകത്തിന്റെ ഒരു പകർച്ചയാണോ നിനക്ക് വേണ്ടത്? ഇന്ന് പകൽ ആ ദൈവം കൈമാറുന്നു. ഇന്ന് പകൽ ചില വിടുതലുകൾ സംഭവിക്കണേ. പ്രയോജനരഹിതമാക്കുന്ന, നിന്നെ പ്രയോജനരഹിതമാക്കുന്ന, പച്ചവെള്ളത്തെ പച്ചവെള്ളമാക്കി തന്നെ നിലനിർത്തുന്ന, നിന്നെ നീ എന്ന് പറയുന്ന ഒരു സാധാരണ തലത്തിൽ നിർത്തുന്ന ചില സ്വാധീനങ്ങൾ ഇന്ന് പകലിൽ പോട്ടെ. സ്വാധീനങ്ങൾ കരിഞ്ഞു പോകട്ടെ, ആ സ്വാധീനങ്ങൾ പൊളിയട്ടെ. ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ചില ദൈവിക പദ്ധതികളെ നിന്റെ അകത്ത് എന്റെ ദൈവം ഡൈല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കാരണം പച്ചവെള്ളത്തിലേക്ക് എന്തോ ഡൈല്യൂട്ട് ചെയ്തപ്പോ അതിന്റെ ഘടനയ്ക്കും രുചിക്കും എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ജെസ്സി ആൻറ്റി, ഈ 2000 അന്ന് എൻ്റെ മേൽ വീണ ഒരു ദൈവശക്തിയുണ്ട്. ഞാനൊരു സാധാരണ ജോർജ് കുട്ടിയുടെയും സുസമ്മയുടെയും മകൻ, ഒരു സാധാരണ വീട്ടിൽ ജനിച്ചൊരു പൈതലാ, ഒരു മകനാ. പ്രത്യേകിച്ച് ബുദ്ധിപരമായിട്ടോ ഒന്നും ഒരു പ്രത്യേകതയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, പച്ചവെള്ളമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു എൻ്റെ നാട്ടിൽ എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ പോലും മദ്യപിക്കാത്തവരില്ല. ഹല്ലേലൂയ. പക്ഷെ അതിന്റെ നടുവിൽ ഒറ്റ കാര്യം ഞാൻ പറയാം, ആ അഭിഷേകത്തിന്റെ ശക്തി എൻ്റെ മേൽ വീണത് കൊണ്ട് കർത്താവ് എന്ന് അറിയാമോ, അതിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കി. ഇന്ന് മകൾ ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയാം, നിനക്ക് എല്ലാവരെയും പോലെ ആകാൻ പറ്റത്തില്ല. വിശ്വസിക്കാമോ? നിന്റെ ഭവനത്തിന് എല്ലാവരെയും പോലെയുള്ളൊരു ഭവനമാകാൻ പറ്റത്തില്ല. കാരണം സ്വർഗീയമായ ചിലത് കർത്താവ് നിന്റെ ഭവനത്തിന്റെ അകത്തിട്ടിട്ടുണ്ട്. സ്വർഗീയമായ ചിലത് കർത്താവ് നിന്റെ അകത്തിട്ടിട്ടുണ്ട്. സ്വർഗീയമായ ചിലത് നിന്റെ ആത്മാവിൽ ദൈവം ഇട്ടിട്ടുണ്ട്. സ്വർഗീയമായ ചിലത് നിന്റെ ഭാവിക്കകത്ത് ദൈവം ഇട്ടിട്ടുണ്ട്.
സ്വർഗീയമായ ചിലത് നിന്റെ ഫ്യൂച്ചറിന്റെ അകത്ത് ദൈവം ഇട്ടിട്ടുണ്ട്. അതാണ് അഭിഷേകം, അതാണ് പരിശുദ്ധാത്മാവ്, അതാണ് ദൈവത്തിൽ നിന്ന് വന്ന ദൈവിക പദ്ധതി. ഇന്ന് മകൾ ഈ സഭയ്ക്കകത്ത് പരിശുദ്ധന്മാർ പറയുന്നു, അങ്ങനെ ചിലത് ചലിക്കാൻ പോകുക. പ്രാർത്ഥിര്, വായികൾ തുറന്ന് പ്രാർത്ഥിര്, വായികൾ തുറന്ന് കാഴ്ചക്കാരായിരിക്കരുത്, വായികൾ തുറന്ന് പ്രാർത്ഥിര്. ഇന്ന് മകൾ അങ്ങനെ ഒരു ദൈവിക പകർച്ച എന്റെ മേൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വായി തുറന്ന് പറ, കർത്താവേ എന്റെ മേൽ ഇന്ന് പകൽ അങ്ങനെ ചില പകർച്ചകൾ സംഭവിക്കട്ടെന്ന് വിശ്വസിക്കുന്നവർ 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 നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന, നിന്നെ ഒരു സാധാരണ തലത്തിൽ നിർത്തുന്ന, നിന്റെ അപ്പനിലൂടെ അമ്മയിലൂടെ കൈമാറി വന്ന പാരമ്പര്യ ശക്തികളെ ഇന്ന് മകൾ ദൈവത്തിന്റെ ആത്മാവ് അതിനെ ശാസിക്കുക. പ്രാർത്ഥിച്ചോ, ദൂതനെ കയറി പിടിച്ചോ, ആ ദൂതനെ കയറി പിടിച്ചോ. നിന്റെ തലമുറ നിന്നെ പോലെ ആകത്തില്ല സഹോദരി, നിന്റെ തലമുറ നിന്നെ പോലെ ആകത്തില്ല സഹോദര. അടുത്ത പദ്ധതി നിന്റെ തലമുറയിലേക്ക് എന്റെ ദൈവം കൈമാറാൻ പോകുകയാ. അടുത്ത തലത്തിൽ ദൈവ പദ്ധതി നിന്റെ തലമുറയെ ഉപയോഗിക്കാൻ പോകുകയാ. നിന്റെ മേൽ ഇന്ന് പകലിൽ സ്വർഗീയമായ ചിലതിന് എന്റെ ദൈവം കൈമാറും. നീ ഒരു സാധാരണ സ്റ്റുഡന്റ് ആകത്തില്ല മോളെ, നീ ഒരു സാധാരണ വിദ്യാർത്ഥി ആകത്തില്ല. മറ്റാർക്കും ഇല്ലാത്ത ചില അസാധാരണ അഭിഷേകം, അസാധാരണ ജ്ഞാനം കുഞ്ഞെ നിന്റെ മേ ദൈവം തരും. പഠിക്കുന്നവർ പ്രാർത്ഥിച്ചോ, നിന്റെ മേൽ ഇന്ന് പകലിൽ നീ ഒരു സാധാരണക്കാരിയായ സ്റ്റുഡന്റ് ആയിരിക്കാം, പക്ഷെ ഇന്ന് പകൽ ദൈവത്തിന്റെ ജ്ഞാനത്തെ ദൈവം നിന്റെ മേൽ കൈമാറാൻ പോകുകയാ. കേറി പിടിച്ചോ, ദൂതനെ കേറി പിടിച്ചോ, ഇന്ന് പകൽ വാഗ്ദത്തത്തെ ഒന്ന് കേറി പിടിച്ചോ. ഇന്ന് പകൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. നിന്റെ മേൽ അങ്ങനെ ചില എക്സ്ട്രാ കരിക്കുലർ, എക്സ്ട്രാ ജ്ഞാനം, എക്സ്ട്രാ വിവേകം, എക്സ്ട്രാ പരിജ്ഞാനം, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശയില്ലെന്ന് അറിയുന്ന ദൈവ പദ്ധതി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ശൗവിന്റെ നാമത്തിൽ, ശൗവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കരമുയർത്തുന്ന ഹല്ലേലൂയ പറഞ്ഞിട്ട് നിങ്ങളെ ഇനിയും നിങ്ങളുടെ നാട്ടുകാർക്ക് നിങ്ങളായി കിട്ടത്തില്ല. നിങ്ങളുടെ അകത്ത് ദൈവം ഇന്ന് പകൽ എന്തൊക്കെയോ പകർന്നിട്ടേ ഇന്ന് പകൽ ഇവിടെ നിന്ന് വിടത്തുള്ളൂ. കൊതിയുണ്ടോ അതിന്? ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവ് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഒരാളുടെ മേലെങ്കിലും ഇന്ന് പകൽ നീ ചിലത് സ്വർഗീയമായ ചിലത് ഡൈല്യൂട്ട് ചെയ്യണം. എനിക്ക് അതിൻ്റെ അകത്ത് പറയാൻ വരുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് വ്യക്തികളുണ്ട്. അതിനൊന്ന് യോസഫ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ ഏറ്റവും ഇളയ മകൻ, നല്ല പ്രായം, അപ്പൻ്റെ കൂടെ അപ്പൻ നല്ല വസ്ത്രമൊക്കെ തയ്പ്പിച്ച് കൊടുത്ത് അപ്പൻ്റെ കൂടെ വളർത്തിക്കൊണ്ടുവരിക, സ്നേഹനിധിയായ മകൻ. ഒരു ദിവസം പ്രഭാതത്തിൽ അവൻ എഴുന്നേറ്റിട്ട്, ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുന്നു രാവിലെ മേശപ്പുറത്ത് ചായ കുടിക്കാൻ അച്ചാച്ചന്മാരും അച്ഛനും അമ്മയും ഇരിക്കുന്ന സമയത്ത് രാവിലെ വന്നിട്ട് പറഞ്ഞു, അപ്പാ ഞാനൊരു സ്വപ്നം കണ്ടു കേട്ടോ. കൊള്ളാം, പറ മോനെ, എന്താ സ്വപ്നം കണ്ടേ? അതെ, എൻ്റെ കറ്റയെ മറ്റ് 11 കറ്റകൾ എന്ത് ചെയ്യുന്നു? നമസ്കരിക്കുന്നു. എൻ്റെ കറ്റ എന്ത് ചെയ്യുന്നു? നിവർന്നു നിൽക്കുന്നു. കേട്ടപ്പോ അപ്പനൊന്നും തോന്നിക്കാണത്തില്ല. അടുത്തിരുന്ന സഹോദരൻ എന്ത് ചെയ്തു? തോണ്ടി. കണ്ടോടാ, അവൻ കണ്ടത് കേട്ടോ, അവൻ പറഞ്ഞേ കേട്ടോ. ഓക്കെ, അതങ്ങ് വിട്ടു. ചിലപ്പോൾ ഈ ചെറുക്കൻ അബദ്ധം വല്ലതും പറ്റിയായിരിക്കും എന്ന് കരുതി. ഈ ചെറുക്കൻ പിറ്റേ ദിവസം എഴുന്നേറ്റു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ചെറിയൊരകത്ത് ചേട്ടന്മാർക്ക് എന്തോ ഉണ്ട്, അവൻ്റെ സ്വപ്നം. ഇന്നും വേണ്ട അടുത്ത സ്വപ്നം കൊണ്ടുവരിക. അവൻ പറയാണ്, എന്താ പറയുന്നത്? സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും എന്തു ചെയ്യുക? ഇവനെ നമസ്കരിക്കുന്നു.
രണ്ട് സ്വപ്നം കണ്ടതേ ഉള്ളച്ചാ. ഹല്ലേലൂയ. അപ്പനും അമ്മയ്ക്കും ഒന്നും തോന്നിയില്ല. ചേട്ടന്മാർക്ക് മനസ്സിലായി ഇവൻ ഇവിടെ നിന്ന പ്രശ്നം. പിന്നീട് ഇവനെ വിളിച്ചിരിക്കുന്നത് യോസഫ് എന്നല്ല വിളിച്ചത്. എന്താ വിളിച്ചത്? ഓ, ഒന്ന് പറഞ്ഞേ. സ്വപ്നക്കാരൻ. എവിടെ ആദ്യം വിളി തുടങ്ങിയെന്നറിയാമോ? എവിടാ വിളി തുടങ്ങിയച്ചാ? എവിടാ വിളി തുടങ്ങിയത്? വീട്ടിലാ. ഹലോ ഹലോ, എവിടാ മോനെ നീ സ്വപ്നം പറഞ്ഞേ? വീട്ടിലാ. എവിടാ നിന്നെ സ്വപ്നക്കാരെന്ന് വിളിക്കാൻ തുടങ്ങിയത്? വീട്ടിലല്ലേ? വീട്ടിലല്ലേ? എന്താ നിന്നെ അത് വിളിക്കാൻ കാരണം? ഞാനൊരു സ്വപ്നം കണ്ടു. എടാ, സ്വപ്നം നീ കണ്ടതാണോ അതോ ദൈവം നിന്നെ കാണിച്ചാണോ? അവൻ പറയും, എന്റെ പാസ്റ്റർ, എന്നെ ദൈവം കാണിച്ചതാ. എന്നാ ഞാൻ പറയാം, യോസഫേ, നീ ഒരു സാധാരണ വെള്ളമല്ല, ഒരു സാധാരണ വ്യക്തിയല്ല. നീ ചിലത് കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ചിലത് കാണിച്ചിട്ടുണ്ടെങ്കിൽ, അത് ദൈവത്തിന് ചില ഉത്തരവാദിത്വമുണ്ട്. ആ സ്വപ്നത്തിന്റെ പിന്നിൽ ദൈവത്തിന് ചില ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ആരുടെയോ പരിശുദ്ധന്മാർ പറയുന്നു, നീ ചിലത് കണ്ടത്, നീ ചിലത് കേട്ടത്, നിന്നെ ദൈവം ചിലത് മനസ്സിലാക്കിയത്. ഓ, കമോൺ 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 കമോൺ. അതിന് കാരമടിച്ച് വായി തുറന്ന് അങ്ങനെയുള്ള ചില യോസഫുമാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. അങ്ങനെ ചില യോസഫുമാരെ ഇതിനകത്ത് ദൈവം സ്വപ്നം കൊടുക്കാൻ പോകുകയാ. നീ ചില ദേശത്ത് അധികാരിയാകത്തക്ക രീതിയിൽ ചില ആത്മതലത്തെ ദൈവം തുറന്നു തരാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുന്നവർ ആത്മാവിലെന്ന് പ്രാർത്ഥിക്കുക, ആത്മാവിലെന്ന് പ്രാർത്ഥിക്കുക. എന്തൊക്കെ സാഹചര്യങ്ങൾ നിന്റെ മുമ്പിൽ എതിര് വന്നാലും കണ്ടതാ പാസ്റ്ററേ, ഞാൻ ആ സ്വപ്നം കണ്ടതാ, ഞാൻ ആ സ്വപ്നം കണ്ടതാ, അതെന്നെ ദൈവം കാണിച്ചതാ. അങ്ങനെയെങ്കിൽ പരിശുദ്ധന്മാർ പറയുന്നു, നിന്റെ ലൈഫിൽ നടക്കാൻ പോകുകയാ. ഇതിന്റെ അകത്ത് വാഗ്ദത്തം പ്രാപിച്ച എത്ര പേരുണ്ട്? അവരുടെ പരിശുദ്ധന്മാർ പറയുന്നു, ചിലത് നടക്കും. അത് എന്നോട് കൂടെ കയറി വന്നേ, എന്നോട് കൂടെ ആത്മാവിൽ കയറി വന്നേ. ഇന്നു പകൽ ആരുടെയൊക്കെയോ അകത്തേക്ക് ചില ദർശനങ്ങൾ ദൈവം തരാൻ പോകുന്നു. ചില പുതിയ വരകളെ ദൈവം കൈമാറാൻ പോകുകയാ അടുത്ത തലത്തിലേക്ക്. ദൂതിനെ കയറി പിടിച്ചോ, കാരമടിച്ച ദൂതിനെ സ്വീകരിച്ചോ. ഇന്ന് പകൽ നിന്റെ തലമുറയുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ചില ദൈവ പദ്ധതികളുടെ അടുത്ത സീസണെ ദൈവം തുറന്നു തരാൻ പോകുന്നു. യാക്കോബിന്റെ മക്കളിൽ ഒരാളാ. പക്ഷെ അവന്റെ മേൽ ദൈവത്തിൻ്റെതായ ചിലത് ദൈവം പകർന്നപ്പോൾ അവൻ അകത്ത് സ്പെഷ്യലായി തീർന്നു. ഒരാളെ കൂടെ പറയാതെ പോകാൻ പറ്റത്തില്ല. നമുക്കറിയാം, ദാവീദ് ഇശായിയുടെ വീട്ടിൽ സ്വന്തം പുത്രനെന്ന് പോലും പറയാൻ അപ്പന്റെ വായ ആദ്യം ഒന്നും എടുക്കത്തില്ല, അല്ലേ? അപ്പനൊന്ന് ആദ്യം മക്കളെയൊക്കെ വിളിച്ച് ശമൂവേലിന്റെ മുമ്പിൽ നിർത്തുമ്പോ ശരിക്കും ഒരു തരത്തിലെങ്കിലും സ്നേഹമുള്ള അപ്പനായിരുന്നെങ്കിൽ അവനെ വിളിക്കാതിരിക്കത്തില്ല. ശരിയല്ലേ? ഈ ശമൂവേൽ ഇവരെ അഭിഷേകം ചെയ്യാൻ ഓരോരുത്തരെ അരികെ കൊണ്ട് ചെന്ന് ഇവരുടെ പൊക്കവും ഇവരുടെ സൈസും ഇവരുടെ എന്താ പട്ടാളത്തിലെ പരിശീലനവും ഇവരുടെ ബോഡി സൈസും ഒക്കെ കണ്ടപ്പോൾ ശമൂവേൽ ഓർത്തുപോയി, ഇവനായിരിക്കും കേട്ടോ, ഇവനായിരിക്കും. പക്ഷെ കർത്താവ് പറഞ്ഞു, മുഖം നോക്കരുത്, പൊക്കം നോക്കരുത്. 7 എണ്ണത്തെയും ദൈവം ഒരുപോലെ കണ്ടത്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു, വലിയ പൊക്കമൊന്നും ഇല്ലാതെ, പക്ഷേ ദാവീദിനെ കുറിച്ച് പറയുന്നു, നല്ല സുനേത്രൻ. ഓ ഹലോ, നല്ല സൗന്ദര്യമുള്ളവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ തന്നെ സുന്ദരനായിരിക്കുന്ന ചെറുക്കനെ അപ്പം വിട്ടത് എവിടെയാ? മിണ്ടുന്നില്ല. Glory to God. ഹലോ, 8 മക്കളുണ്ടെങ്കിൽ
8 മക്കളുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സുന്ദരനായിരിക്കുന്ന കുഞ്ഞിനെയാണോ നമ്മൾ പശുവിനെ അഴിക്കാനും ചാണകം വാരാനും വിടുന്നേ? മിണ്ടുന്നില്ല നിങ്ങൾ. മൂത്ത ചെറുക്കനോട് പറയണ്ട, പക്ഷേ ചെറുക്കനാ, അവൻ്റെ കയ്യിലൊന്നും ചാണകം നാറുന്നതൊന്നും പറ്റത്തില്ല, നീ എന്ത് ചെയ്യേ? ശരിയല്ലേ അച്ചായ? ശരിയല്ലേ? പക്ഷെ ഇപ്പൊ അപ്പൻ ആരെയാ വിട്ടേക്കുന്നേ? ഇളയവനെയാ. ഞാൻ ചോദിക്കും, ദാവീദേ, നിന്നെ വിടാൻ കാരണം എന്താടാ? അവൻ പറയും, എൻ്റെ അപ്പൻ്റെ 7 പേരിൽ ഒരാളാ 8 പേരിൽ ഒരാളായിട്ട് ഇരിക്കാനുള്ളതല്ല വിളി പാസ്റ്ററേ. ഞാനൊരു പക്ഷേ റിജക്റ്റഡ് ആയിരിക്കും, പക്ഷെ എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗമൊക്കെ വായിച്ചപ്പോൾ ചിന്തിച്ചു കേട്ടോ. ഈ തൈലക്കൊമ്പെടുത്ത് ഈ മറ്റുള്ളവരുടെ ശിരസിന്റെ മേൽ ഒഴിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് ദൈവം പറയുന്നത്, ഇവനല്ല. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്തേനെ വന്നു പോയില്ലേ? ഈ തൈലക്കൊമ്പിന്റെ അകത്ത് തൈലം ഒഴിച്ച് ഇങ്ങോട്ട് വന്നതാ. എന്താ 6-ാം ദിവസം പ്രസംഗിക്കാൻ വന്നതാ. 2 എണ്ണത്തിന്റെ തല കൈവെക്കാതെ പാസ്റ്റർ എങ്ങനെ ഞാൻ പോവും? മിണ്ടുന്നില്ല നിങ്ങൾ. ശരിയല്ലേ? ശമൂവേൽ അങ്ങനല്ല. ശമൂവേൽ പറഞ്ഞു, അവൻ വരാതെ ഞാൻ പന്തികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, എടാ ദാവീദേ, നീ ഇന്ന് പകൽ ഇവിടെ വരണമെന്നുള്ള ദൈവത്തിന് നിർബന്ധമാണ്. ഈ ദൂതനെ കയറി പിടിച്ചോ കേട്ടോ. ഇന്ന് ഇതിൻ്റെ അകത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും നീ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് കയറി നിൽക്കണമെന്നുള്ളത് എന്റെ തമ്പുരാന്റെ പദ്ധതിയായതുകൊണ്ട് ഇന്ന് മുതൽ നിന്നെ ദൈവം കയറ്റിയതാ. ഇതിന്റെ അകത്ത് അഭിഷേക തൈലവുമായി എന്റെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ഇന്ന് മുതൽ ദൈവം ആരെയൊക്കെയോ അടുത്ത തലത്തിലേക്ക് കയറ്റാൻ പോകുകയാ. അടുത്ത തലത്തിലേക്ക് ആത്മാവിൽ കയറി വാ. അടുത്ത തലം ദൈവം തുറന്നു തരുന്നു. അടുത്ത ദൈവ പദ്ധതിയെ ഇന്ന് മകൾ നിന്റെ മേൽ തുറന്നു തരുകയാ. അഭിഷേക തൈലവുമായി ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് നിന്റെ തലയിൽ ഇന്ന് പകലിൽ ആ അഭിഷേക തൈലത്തെ എന്റെ ദൈവം ഒഴിക്കും. ആരുടെയോ ശിരസിന് ദൈവം നോക്കി വെച്ചിട്ടുണ്ട്. ആരുടെയൊക്കെയോ എന്റെ ദൈവം ഇതിനകത്ത് നോക്കി വെച്ചിട്ടുണ്ട്. അത് നിന്റെയാണ് കുഞ്ഞെ. ആ ദൂത് നിന്നോടാ. ചേർത്ത് പിടിച്ചോ. ആ ദൂത് നിന്നോടാ. നിന്റെ കുടുംബത്തിന്റെ അകത്ത് നീ ഒരുപക്ഷെ തള്ളപ്പെട്ടവനാകും. പക്ഷെ എന്റെ ദൈവത്തിന് നിന്നെ കുറിച്ച് ഭയങ്കര പദ്ധതിയാ കേട്ടോ. ഇന്ന് പകൽ ആ പദ്ധതി തുറന്നു തരാൻ ഒരു അഭിഷേക തൈലം ദൈവം ഒഴിക്കാൻ പോകുകയാ. അഭിഷേക തൈലം ഒഴിക്കത്തക്ക രീതിയിൽ ഇന്ന് പകൽ ആത്മമണ്ഡലം തുറക്കെ പ്രാർത്ഥിരെ. അത് ഇന്ന് പകൽ അഭിഷേക തൈലം ഒഴിക്കത്തക്ക രീതിയിൽ ആരുടെയൊക്കെ ആത്മമണ്ഡലത്തെ ദൈവം ഭാഗമാക്കുകയാ. അഭിഷേക തൈലം ഒഴിക്കത്തക്ക രീതിയിൽ ആരുടെയൊക്കെ ആത്മമണ്ഡലത്തെ ദൈവം തുറക്കുകയാ. അഭിഷേകത്തിന്റെ തൈലം പകരത്തക്ക രീതിയിൽ ഇന്ന് പകൽ നിന്റെ ആത്മമണ്ഡലത്തെ ദൈവം ഭാഗമാക്കുക. നിന്റെ പ്രായം വിഷയമല്ല, നിന്റെ നീളം വിഷയമല്ല, നിന്റെ വിദ്യാഭ്യാസം വിഷയമല്ല, നിന്റെ കളർ വിഷയമല്ല, നിന്റെ പാരമ്പര്യ വിഷയമല്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ മുമ്പിൽ നീ ഒന്ന് വിധേയപ്പെട്ടു കൊടുത്ത് ദൈവസനെ സമർപ്പിച്ച് ഇന്ന് പകൽ ആ തൈലം നിന്റെ മേൽ ദൈവം ഒഴിക്കാൻ പോകുകയാ.
പ്രാർത്ഥിര്, പ്രാർത്ഥിര്. വായി തുറന്നൊന്ന് പ്രാർത്ഥിര്, വായി തുറന്നൊന്ന് പ്രാർത്ഥിര്, വായി തുറന്നൊന്ന് പ്രാർത്ഥിര്, വായി തുറന്നൊന്ന് പ്രാർത്ഥിര്. നിങ്ങളുടെ കൊതി ദൈവം ഒന്ന് കാണട്ടെ. നിന്റെ കൊതി ദൈവം ഒന്ന് കാണട്ടെ. ദൈവം നിന്റെ കൊതി ദൈവം ഒന്ന് കാണട്ടെ. നിന്റെ കൊതി ദൈവം ഒന്ന് കാണട്ടെ. ഇന്ന് പകൽ നിന്റെ ആഗ്രഹം ഇന്ന് പകൽ ദൈവം തുറന്നു തരട്ടെ. നിന്റെ വാഞ്ച ദൈവം തുറന്നു തരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ. Oh, yes, yes, Daddy. Yes, Daddy. Yes, Daddy. Yes, Daddy. Yes, Daddy. Thank you, Father. Thank you, Jesus. Thank you, Holy Spirit of God. Toda baba baba baba. Toda raba shabara baba baba baba. Juda bala baragadala gadaga juda badala badara badara ba. Hallelujah. Hallelujah. ഞാനീ ദാവീദിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ പാസ്റ്റർ എനിക്ക് ഭയങ്കര സങ്കടം ഈ മനുഷ്യനോട് തോന്നി കേട്ടോ. ഭയങ്കര സങ്കടം. ഇളയ മകൻ അപ്പൻ ആടിനെ കൊടുത്ത് കാട്ടിൽ വിട്ടേക്കുക. 100 ആടുണ്ടെന്ന് ചിന്തിച്ചോ. ഇവൻ ആ ആടിനെ സൂക്ഷിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ വരുമ്പോൾ സമാധാനം തരത്തില്ല. സഹോദരന്മാരെന്ത് ചെയ്യുന്നു? ഇവനെ അടുപ്പിക്കത്തില്ല. എന്നിട്ടും ഇവൻ ആടുകളെ എത്ര ശ്രദ്ധയോടെ നോക്കി നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഒരു ദിവസം ഇവൻ അപ്പം പറഞ്ഞു, നീ എൻ്റെ സഹോദരന്മാര് യുദ്ധത്തിൽ പോയേക്കുക, നീ ചെന്നിട്ട് അവരുടെ ക്ഷേമം ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സഹോദരന്മാരുടെ അരികിലേക്ക് അപ്പൻ എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞു വിട്ടേക്കുക. ഇവൻ ദൂരത്തേക്ക് ചെന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു. മല്ലനായ ഗോലിയാത്ത് നിന്നിട്ട് ഇസ്രായേൽ ജനത്തിന് വിരോധമായി, ദൈവത്തിന് വിരോധമായി മനുഷ്യൻ നിന്നിട്ട് വെല്ലുവിളിക്കുക. യഹോവയ്ക്കും ഇസ്രായേലിനും വിരോധമായി മനുഷ്യൻ വെല്ലുവിളിക്കുക. ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുക. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ശൗലിൻ്റെ പടക്കളത്തിൽ ശക്തന്മാരൊരുപാടുണ്ട് അല്ലേ? ഒത്തിരി പടയാളികളുണ്ട്. പട പിടിക്കാനും യുദ്ധം ചെയ്യാനും വാള് പിടിക്കാനും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞ ട്രെയിൻഡ് ആയിരിക്കുന്ന മിലിറ്റൻസ് ഉണ്ട്, ട്രെയിൻഡ് ആയിരിക്കുന്ന പടയാളികളുണ്ട്. പക്ഷെ അവരെല്ലാം എന്ത് ചെയ്യുക? ഒരു മനുഷ്യനെ കാഴ്ചയിലും ശബ്ദവും കേട്ടപ്പോൾ പേടിച്ചു മാറിപ്പോയി. അവനോട് യുദ്ധത്തിന് പോലും പോയില്ല. എന്താ? ഒരു മനുഷ്യൻ്റെ മുമ്പിൽ അവൻ്റെ നീളവും അവൻ്റെ ശരീരപ്രകൃതിയും പിന്നെ അവൻ്റെ ശബ്ദവും കേട്ടപ്പോഴേ ആളെന്ത് ചെയ്തു? പേടിച്ചുപോയി. അപ്പോൾ ഈ ദാവീദ് ആ പടക്കളത്തിൽ ചെല്ലുന്ന സമയത്ത് ഇവന്റെ ചെവിക്കകത്ത് കേൾക്കുന്ന ഇതാണ്: ശൗല് ഇസ്രായേൽ ജനത്തിനെതിരെ നിന്ന് എന്ത് ചെയ്യുക? വെല്ലുവിളിക്കുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇവൻ്റെ അകത്തൊരു ഭയങ്കര ഒരു വൈരാഗ്യം പോലെ കൊണ്ടായി. എന്ന് പറഞ്ഞാൽ ഇവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇവനരികിൽ ചെന്ന് ചോദിച്ചു, ഇത് ആരാ വെല്ലുവിളിക്കുന്നേ? അപ്പോൾ പറഞ്ഞു, മല്ലനായ ഗോലിയത്താ വെല്ലുവിളിക്കുന്നേ. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കണമേ. രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ദാവീദ് അടുത്ത ചോദ്യം ചോദിക്കുക. ഒരൊറ്റ ചോദ്യമാണ്. ചോദ്യം എന്നറിയാമോ? പടക്കളത്തിൽ മറ്റെല്ലാവരും പേടിച്ചിരിക്കുക. സഹോദരന്മാർ പറയുക, നീ പട കാണാൻ വന്നേക്കാണ് എന്ന് പറഞ്ഞാൽ നാണം കെട്ടിരിക്കുക സഹോദരന്മാർ. എന്ന് പറഞ്ഞാൽ അവിടെ വെല്ലുവിളിക്കുന്നു, ഇവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേണ്ട ആ കാട്ടിക്കടന്നവന് പടക്കളത്തിൽ ചെന്നപ്പോൾ ചോദിക്കാം, പട കാണാൻ വന്നേക്കാണോടാ, നിനക്ക് എന്തിനാ ഇങ്ങോട്ട് വന്നേ? വീട്ടിൽ പോകരുത്, ആടിനെ മേയ്ക്കരുതെന്ന് പറഞ്ഞ് ഇവനെ ഓടിച്ചു വിടാൻ ശ്രമിക്കുമ്പോൾ ഇവൻ അകത്തുനിന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വേണ്ട, അവനെ കൊന്നാൽ എനിക്ക് എന്നാ കിട്ടും? അവിടെ നിന്നൊരു ചോദിക്കുക. സുനിൽ പാസ്റ്റേ, എന്താ ചോദിക്കുന്നേ? ആ ഗോലിയാത്തിനെ കൊന്നാൽ. ഹലോ, ഞാൻ ചോദിക്കുന്നത്, ഞാനിത് വായിച്ചപ്പോൾ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഈ ചെറുക്കൻ എന്നാ കണ്ടിട്ടാ ഇത് ചോദിച്ചേ? എന്ന് പറഞ്ഞാൽ അവനെക്കാട്ടിലും വാള് പിടിക്കാനും പരിച പിടിക്കാനും യുദ്ധം ചെയ്യാനും അഭ്യാസികളായും ട്രെയിൻഡ് ആയിരിക്കുന്ന ഒത്തിരി പേര് വേണ്ട അച്ചാച്ചന്മാര് മുമ്പിൽ നിൽക്കുമ്പോൾ വേണ്ടേ കാട്ടിൽ നിന്ന് ആടിനെ മേയിച്ചുകൊണ്ട് വന്നൊരു ചെറുക്കൻ ചോദിക്കുക, അവനെ കൊന്നാൽ എനിക്ക്
എന്നാ കിട്ടും? ലോ, ഓർത്തോണം. ഒരു ദൂതി ഞാൻ പറയാം. നിങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില സ്വാധീനത്തെ ഇന്ന് പകൽ ദൈവം ഉടയ്ക്കാൻ വേറെ ആരെയുമല്ല ദൈവം ഉപയോഗിക്കുന്നത്, നിങ്ങളെ തന്നെ ദൈവം ഉപയോഗിക്കും. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് പകലിൽ നിങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിച്ച് നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന ചില പൈശാചിക സ്വാധീനങ്ങളെ വെട്ടാൻ, ആ പൈശാചിക സ്വാധീനങ്ങളെ കീഴടക്കാൻ ഇന്ന് പകൽ ഇതിന്റെ അകത്തിരിക്കുന്നവരുടെ മേൽ ദൈവം അഭിഷേകത്തിന്റെ ചില വ്യത്യസ്ത തലങ്ങൾ എന്റെ ദൈവം തുറന്ന് തരുമെന്ന് പറഞ്ഞാൽ, കരമടിച്ചോ കരമുയർത്തിയോ എത്ര പേർ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും? കുഞ്ഞേ, നീ ഒരു വീട്ടിൽ ജനിച്ച ആളായിരിക്കാം, സാധാരണക്കാരനായിരിക്കാം, പക്ഷെ നിന്റെ മേൽ വീണിരിക്കുന്നത് ഒരു സാധാരണ അഭിഷേകമല്ല. വെല്ലുവിളിച്ച് വാദിച്ചു നിൽക്കുന്ന ഗോലിയാത്തിന്റെ തലവെട്ടാൻ, നിനക്കെതിരെ നിൽക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ ഉടയ്ക്കാൻ ഇന്ന് പകൽ ചിലരുടെ കരത്തിൽ ദൈവം ആയുധം ഏൽപ്പിക്കാൻ പോകുകയാ. വേറൊന്നിനും വേണ്ടിയല്ല, നിനക്കെതിരെ രോഗമിട്ട് വ്യാപരിക്കുന്ന, കടബാധ്യതയിട്ട് വ്യാപരിക്കുന്ന, ദൈവ പദ്ധതിക്കകത്തേക്ക് കയറാൻ പറ്റാതെ നിന്നെ തോൽപ്പിച്ച് കളയുന്ന ചില വെല്ലുവിളികൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങാൻ പോകുകയാ. പ്രാർത്ഥിര, വായി തുറന്ന് പ്രാർത്ഥിര. ചില വീടുകൾക്കകത്ത് നിൽക്കുന്ന സ്വാധീനങ്ങൾ കീഴടങ്ങാൻ പോകുകയാ. ദാരിദ്ര്യത്തിന്റെ സ്വാധീനം, കടബാധ്യതയുടെ സ്വാധീനം, മരണത്തിന്റെ വെല്ലുവിളി, ആത്മഹത്യയുടെ വെല്ലുവിളികൾ ഇന്ന് പകൽ വാദിച്ചു നിൽക്കുന്നത് കീഴടങ്ങും. കരമടിച്ചു പ്രാർത്ഥിര, കരമടിച്ചു പ്രാർത്ഥിര. ഇന്ന് പകൽ ചിലത് കീഴടങ്ങും. ചില ശക്തികൾ കീഴടങ്ങാൻ പോകുകയാണ്. ഇന്ന് പകൽ അഭിഷക്തന്മാരെ ഞങ്ങൾ ഒന്നിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. വെല്ലുവിളിച്ച് നിൽക്കുന്ന ഈ ഹോളിന്റെ അകത്ത് വന്നിരിക്കുന്ന ജനത്തിന്റെ മുമ്പിൽ വെല്ലുവിളിച്ച് വാദിച്ച് നശിപ്പിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ചില പൈശാചിക ഫലങ്ങൾ യേശുവിന്റെ നാമത്തിൽ സഭ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കീഴടങ്ങാൻ പോകുകയാണ്. കീഴടങ്ങട്ടെ. പ്രാർത്ഥിര, പ്രാർത്ഥിര, പ്രാർത്ഥിര. വായ് തുറന്ന് പ്രാർത്ഥിര, വായ് തുറന്ന് പ്രാർത്ഥിര. യേശുവേത് വിളിക്ക്, യേശുവേത് വിളിക്ക്. കുഞ്ഞേ, നിന്റെ വിടുതൽ ഇന്ന് പകലാകട്ടോ. നിനക്ക് വേണ്ടിയുള്ള ദൈവപ്രവൃത്തി ഇന്ന് പകലിൽ ഒരു തീ ദൈവാത്മാ വിടുന്നു. ദൈവം ചില പുതിയ തലങ്ങളെ തുറന്നു തരികയാ, തുറന്നു തരികയാ, തുറന്നു തരികയാ, തുറന്നു തരികയാ. നിന്റെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന ചില പൈശാചിക തന്ത്രങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് കീഴടക്കാൻ പോകുകയാ. ദൈവം ഒരു ജയം നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുകയാ. പ്രാർത്ഥിച്ചോ, 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 പ്രാർത്ഥിച്ചോ. ഇതിന്റെ അകത്ത് ദൈവമാ കയറ്റിയത് ചില വിടുതൽ. നിന്നെ തോൽപ്പിച്ചു കളഞ്ഞ, ഇന്നലകളിൽ നിന്നെ പരാജയപ്പെടുത്തിയ ചിലത് ആത്മമണ്ഡലത്തിനത് തോറ്റുപോവുക. കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. സ്വാധീനങ്ങൾ കീഴടങ്ങട്ടെ, സ്വാധീനങ്ങൾ കീഴടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥിര, വായ് തുറന്ന് പ്രാർത്ഥിര. നമ്മൾ ഒന്ന് രണ്ട് കാര്യമാണ് പറഞ്ഞിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കും. 1 മണിക്കായിരിക്കാം അല്ലേ? സമയമൊന്നുമില്ല. 4 മണി വരെ പോവാം. പോണ്ട അല്ലേ? പോണ്ട. അവൻ പറഞ്ഞു പോണ്ട. അവന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിലും വലുത് ഇവിടെ നടക്കാൻ പോവാ. എന്തായാലും 4 മണി വരെ നിന്നെ എടുത്തതില്ല കേട്ടോ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. നിങ്ങൾ സാധാരണക്കാരല്ലെന്ന് ദൈവം നിങ്ങൾക്ക് ഉറപ്പ് തരിക. ഈ ദൂതനെ പിടിച്ചോണം, ഈ ദൂതനെ പിടിച്ചോണം കേട്ടോ. നിങ്ങൾ തിരികെ പോകുമ്പോൾ എന്നെ കർത്താവ് ഒരു പദം പറഞ്ഞത്, ചില വീടുകൾക്കകത്തെ പടിവാതുക്കൽ പതുങ്ങിക്കിടക്കുന്ന ചില പൈശാചിക സ്വാധീനങ്ങളുണ്ട്. പാസ്റ്റേ, എന്നോട് കർത്താവ് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ചിലരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇവിടുന്ന് ഭയങ്കരമായിട്ട് ചാർജ് ആവും. പക്ഷെ വീട്ടിൽ ചെന്നിട്ട് ആ പടിവാതുക്ക ചവിട്ടി വീട്ടിലോട്ട് കയറിയാൽ
ഇവിടെ നിന്ന് പ്രാപിച്ചതെല്ലാം ചോർത്തിക്കളയുന്നൊരു സ്വാധീനം. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? വീടിൻ്റെ അകത്ത് കയറിയാൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ, അത് പ്രാർത്ഥിച്ചിട്ടോ ഒന്നും അങ്ങോട്ട് പോകുന്നില്ല. കർത്താവ് പറയുന്നു, നിന്റെ പടിവാതുക്കൽ കിടക്കുന്ന ചിലതിനെ ദൈവം ഇന്ന് പകൽ അത് തോൽപ്പിച്ചു കളയും. ഇതൊരു പ്രവചന ശബ്ദമാണ്. പടിവാതുക്കൽ മറഞ്ഞു കിടക്കുന്ന ചില പൈശാചിക തലങ്ങളുണ്ട്. പടിവാതിലുകളിൽ മറഞ്ഞു കിടക്കുന്ന ചില പൈശാചിക തലങ്ങൾ ഇന്ന് പകൽ വേറെ ആരും അതിനെ ചവിട്ടാൻ പറ്റത്തില്ല, നീ അതിനെ ചവിട്ടും. ഇന്ന് പകൽ നീ ഈ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി ചെല്ലുമ്പോൾ ആ പടിവാതിക്കൽ 2 മിനിറ്റ് നിന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് എൻ്റെ കാൽച്ചുവടുകൾ വെക്കാൻ പറ്റാതെ എന്നെ ബന്ധിച്ച പൈശാചിക വ്യാപാരം യേശുവിൻ്റെ നാമത്തിൽ തോറ്റുപോകട്ടെ എന്ന് ഇന്ന് പകൽ ആരൊക്കെ പറയാൻ തയ്യാറാകുന്നു, അവരുടെ മുമ്പിൽ ചിലത് ഇന്ന് പകൽ കീഴടക്കാൻ പോകുകയാണ്. അങ്ങനെയുള്ളവരൊന്ന് പ്രാർത്ഥിച്ച്, പടിവാതിലുകൾക്കകത്ത് മറഞ്ഞു കിടക്കുന്നത് റബ റബ ധല ജല ധര ധര അജലഘടക ജലഗദരിക ദുരിബദരവ ധരബദരബ ധരബദരബ ധരബദരക പടിവാതിലുകൾ കിടക്കും. ഇന്ന് ദൈവാത്മാവിന്റെ ശക്തി ഇറങ്ങുകയാ. ചിലരുടെ കാലിന്റെ മേൽ തീ പിടിക്കുന്നു, ചില സ്വാധീനങ്ങളെ കാത്തിച്ചു കളയാൻ ആ അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. റബ ദല ജല ധര ധര ധരി ഹല്ലേലൂയ ഹല്ലേലൂയ. ദാവീദിലേക്കൊന്ന് വരട്ടെ. അവിടെ ദാവീദ് പറയുന്ന ഒരു പദം ഇതാണ്, അവനെ കൊന്നാൽ എനിക്ക് എന്നാ കിട്ടും? അപ്പൊ ഈ ചോദ്യം, ആ ചോദ്യം എന്തെന്നറിയാമോ? ആ പടക്കളത്തിൽ അങ്ങ് പ്രസിദ്ധമാണ്. വേണ്ട, ഇടയച്ചെറുക്കനായിരിക്കുന്ന ഒരുത്തൻ, യോസയുടെ അനിയനാന്ന് തോന്നുന്നു, അവൻ വന്നിട്ട് പറയുന്നു, ഇവനെ കൊന്നാൽ എന്നോ കിട്ടും. ഈ സംസാരം അവസാനം എന്ത് ചെയ്യുന്നറിയാമോ? രാജകൊട്ടാരത്തിൽ രാജാവ് ഇരുന്ന സ്ഥലത്ത് എന്നിട്ട് രാജാവ് അറിഞ്ഞു ഒരു ചെറുക്കൻ വന്നിട്ടുണ്ട്, ഇശായിയുടെ ഇളയ പുത്രനാണെന്നാണ് പറയുന്നത്. അവനിപ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഗോലിയാത്തിനെ കൊന്നാൽ എനിക്ക്, ഇതാണ് അവൻ ചോദിക്കുന്നത്. രാജാവ് അവനെ വിളിപ്പിച്ചു, കൂടാരത്തിൻ്റെ അകത്ത് കൊണ്ടുവച്ചു. നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗമാണ്, പക്ഷെ കർത്താവ് അവനോട് പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് പറയാം. രാജാവ് ചോദിച്ചൂടാ, നീ ഇതൊക്കെ പറഞ്ഞോ? നിനക്ക് ഇതിനു മുമ്പ് യുദ്ധം ചെയ്ത ശീലമുണ്ടോ? ആ പറഞ്ഞു, രാജാവേ അങ്ങനെ യുദ്ധം ചെയ്ത ഒരു ശീലം, ഞാൻ ഒരു ഇടയച്ചെറുക്കനാ. നിന്റെ ക്വാളിറ്റി എന്താ എന്ന് ചോദിച്ചപ്പം അവൻ പറയാണ്, ഞാൻ ആടിനെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് ഒരു സിംഹം വന്നായിരുന്നു ആടിനെ പിടിക്കാൻ, ഞാൻ അതിനെ അങ്ങ് വലിച്ചു കീറി. അടുത്തത്, ഒരു കരടി വന്നു, ഞാൻ അതിനെ അടിച്ചു കൊന്നു. ശരിക്കും ഞാൻ ചിന്തിച്ചു, ഈ രാജാവ് ഇത്രയും വർഷമായിട്ട് അംഗരക്ഷകളോടുകൂടെ കാട്ടിൽ വേട്ടയാടാൻ പോയിട്ടുള്ളൂ. ശൗലിന് മനസ്സിലായി, എടാ ഇത്രയും കാലത്ത് ജീവിച്ചിരുന്നിട്ടൊരു സിംഹത്തോട് നേരെ നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെങ്കിൽ ഇവന്റെ അകത്ത് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അച്ഛാ. ഹലോ, നമ്മുടെ വിളി ഏതെന്നറിയാമോ? പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ. ഓ, അടുത്ത പദം പറയുന്നത് സിംഹത്തിന്മേലും. ഇത് കേട്ടിട്ട് കയ്യടി. സിംഹത്തിന്റെ മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും. ഇന്ന് പകൽ പരിശുദ്ധന്മാർ പറയുന്നു, വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില പൈശാചിക സ്വാധീനങ്ങളെ വലിച്ചു കീറുന്ന ചില ദാവീദന്മാരെ. ഇന്ന് പകൽ ചില ഭവനങ്ങൾക്കകത്ത് വാദിച്ചു നിൽക്കുന്ന സർപ്പത്തിന്റെ, സിംഹത്തിന്റെ വ്യാപാരങ്ങൾ, അസ്വസ്ഥതയുടെ വ്യാപാരങ്ങൾ. കരമടിച്ച് ഇന്ന് പകൽ ചിലത് കീഴടകട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുക. നിന്റെ കുതികാല് വെട്ടാൻ നിൽക്കുന്ന
നിന്നെ നാമാവശേഷമാക്കാൻ നിൽക്കുന്ന, നിന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന, നിന്റെ അവസാനം കാണാൻ നിൽക്കുന്ന, നിന്റെ മുന്നേറ്റങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ചില വ്യാപാരങ്ങളെ ഇന്ന് പകൽ ആത്മാവിൽ ചവിട്ടാൻ ഇതിന്റെ അകത്ത് ചിലരുടെ മേൽ ദൈവം അഭിഷേകത്തിന്റെ ഒരു പകർച്ച പകരുകയാ. കരമടിച്ച ദൂതനെ ഏറ്റെടുത്തു. ഇന്ന് പകൽ സിംഹത്തിന്റെ മേലും മാടലി മേലും നീ ചവിട്ടാൻ പോകുകയാ. ബാലസിംഹത്തെയും പെരുമ്പാമ്പുരെയും നീ മെതിച്ചു കളയുമെന്ന് വചനം പറയുന്നത് പോലെ ഇന്ന് പകലിൽ വാദിച്ച് നിന്റെ ഭവനത്തിന്റെ അകത്ത് നിൽക്കുന്ന ചില പൈശാചിക ഫലങ്ങൾ കീഴടങ്ങുകയാ. Rada laba raga dala jala shara thala dara andala banagada gaduda balaga dunia amdala jarkadala bashadal baradi roba dala gada gada ajala gada gada പ്രാപിരെ ഇന്ന് പകൽ അസാധാരണ ധൈര്യം ആടിയൊക്കെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറുന്നല്ലോ. ആടിയൊക്കെ മേൽ അസാധാരണ ദൈവകൃപ ഈ പകലിൽ വ്യാപരിക്കുന്നല്ലോ. ആരുടെയൊക്കെ നാവിന്റെ മേൽ പുതു ഭാഷകൾ ദൈവം പകരുന്നല്ലോ. ആരുടെയൊക്കെ കരത്തിൽ ദൈവം പുതിയ ആയുധത്തെ, ശത്രുവിന്റെ തന്ത്രത്തെ തകർക്കാൻ കഴിയുന്ന പുതിയ ആയുധം ആരുടെയൊക്കെ കരത്തിൽ ദൈവം കൈമാറുകയാ. ഇന്ന് പകൽ ദാവീദിനെ പോലെ ആരൊക്കെ എഴുന്നേൽക്കാൻ തയ്യാറാ അവരുടെ പരിശുദ്ധന്മാർ പറയുന്നു ചിലത് കീഴടങ്ങാൻ പോവുകയാ. വായ്ക്കൾ തുറന്ന് കാരമടിച്ച് ആത്മാവിൽ ജാഗരിച്ച് ആ ദൂതനെ ഏറ്റെടുക്കുക. ഇന്ന് പകൽ എന്തൊക്കെയോ ദൈവശക്തി ആരുടെയൊക്കെയോ പേര് ഇന്ന് പകൽ പകരുന്നല്ലോ. ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ. Udabara bara bara dala dara thira bara kadalaga udabara bara 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 dala dara thira dara udaba shababa bara 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 udabara bara bara dalaga thiri bada ribadala gada gada ribadara judamana dalaga ജയിക്കുന്നവൻ ഇന്ന് പകൽ ജയിക്കുന്നവന്റെ കരത്തിൽ ജയിക്കുന്നവന് വേണ്ടി ദൈവം ചിലത് ചെയ്യുന്നു. ഓ റബലകളുടെ വെല്ലുവിളിച്ചു നിൽക്കുന്ന സകല സ്വാധീനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഓ Jakarabakata labasmanadani amshabataladia rakatalabadalagadaga amdalmanagadanagaragaduda basamdalmanadia. ഓ യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. സാധാരണക്കാരെ ഒരാളായിട്ട് നിങ്ങൾ ഇരിക്കത്തില്ല. ഇതൊരു ദൂതാകട്ടോ. ഞാനതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ തൊട്ടതേ ഉള്ളൂ. ഇനി അതിൻ്റെ കിടക്കുക. പക്ഷെ കർത്താവ് ഇന്ന് പകൽ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, പച്ചവെള്ളമായിരുന്നാൽ അല്പ പ്രയോജനമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അകത്ത് ചില കണ്ടന്റുകൾ ആടായാൽ എന്നോട് കർത്താവ് വളരെ ശക്തമായിട്ട് പറയുന്നു കേട്ടോ. ഇന്ന് പകൽ ദൈവം നിങ്ങളുടെ അകത്ത് എന്തൊക്കെയോ കൈമാറാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയമായ ചിലത് കൈമാറും. ഞാൻ ചിന്തിക്കുന്നു, യോസഫിന്റെ അകത്ത് ദൈവം കൈമാറുന്നത് എന്താ? എൻ്റെ സ്വപ്നമാണ്. സ്വപ്നം കൈമാറി. അത് മാത്രമേ കർത്താവ് ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെ 17-ാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നം 30-ലാണ് നടന്നത്. സത്യമാ. പക്ഷെ ഇവൻ ആരായി? കണ്ടതുപോലെ സംഭവിച്ചില്ലേ? ഇവൻ മിസ്രൈമിലെ അധികാരിയാക്കിയത് ഇവനെ മാറ്റിയില്ലേ? ദാവീദിന്റെ അകത്തെ പ്രത്യേകത എന്താ? ദാവീദ് പറയും, പാസ്റ്റേ എല്ലാവരും റിജക്റ്റഡ് ആയി, ഞാൻ ഒറ്റപ്പെട്ടു. പക്ഷേ എന്താ, അവന്റെ മേലെ അഭിഷേക തൈലം വീണത്. അഭിഷേക തൈലം എന്ന് വീണോ അവന്റെ മേൽ സ്പെഷ്യലായിട്ടുള്ള ദൈവപ്രവൃത്തി നടന്നു. ഒറ്റ കാര്യമുള്ള ദൈവമക്കളെ, നമ്മുടെ മേൽ ചിലത് സംഭവിച്ചാലേ നമ്മൾ വ്യത്യസ്തരാകത്തുള്ളൂ. ഇനിയും ഈ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യനുണ്ട്, ശൗൽ എന്നാ പേര്. ദമസ്കസിന്റെ പടിവാതിക്കലിൽ ക്രിസ്ത്യാനികളെ നശിപ്പിക്കാനായി രേഖയൊക്കെ തയ്യാറാക്കി താനിങ്ങനെ നടന്നു പോകുമ്പോൾ വചനം പറയുന്നു, അതെ, ദമസ്കോസിൽ വെച്ച് എന്ത് ചെയ്തു? ഒരു വെളിച്ചം മിന്നി. അവനൊരു ശബ്ദം കേട്ടു. എന്താ? ഒരു മനുഷ്യൻ നടന്നു പോവുക, ഇവന്റെ മേൽ എന്തോ സംഭവിച്ചു? വെളിച്ചം മിന്നി.
ഇവൻ ആ സമയത്ത് കുതിരപ്പുറത്ത് നിന്ന് വീണു, അന്ധനായിപ്പോയി. ഞാൻ ചിന്തിക്കുന്നു, ഇങ്ങനെയുള്ള ഇടപെടലുകൾക്കകത്ത് എന്നാ സംഭവിക്കുന്നേ? ഒറ്റക്കാരിയുള്ള ഇതുവരെ അവൻ എന്താണോ, എന്തിനെതിരാണോ, അവൻ അടുത്ത ദിവസം മുതൽ അവൻ ദൈവ പദ്ധതിക്കകത്ത് ഒരു അപ്പോസ്തലനാകാനാ അവൻ്റെ മേൽ നിയോഗം. അത് വെളിപ്പെട്ടു വരാൻ പോകുകയാ. ഞാൻ പറയാം, നിങ്ങൾ ആരാകണമെന്നാ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഹലോ, ഞാൻ പറയുന്നത് മക്കളെ, എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അകത്തൊരു ദൈവിക ഇടപെടൽ ഉണ്ടാകണം. ഹലോ, മസ്റ്റാണ്. ഞാൻ പറയാം, ഇതിൻ്റെ അകത്തിരിക്കുന്ന ഒരാളെ പോലും ദൈവം തമ്പുരാൻ മാറ്റിവെച്ചിട്ടില്ല. നിങ്ങളുടെ മേലെല്ലാം. ഇപ്പം നമ്മൾ ഞാൻ എന്നത്തിനാ സഭായോഗത്തിന് വരുന്നത്? എന്നത്തിനാ കൂട്ടായ്മയ്ക്കകത്ത് വരുന്നേ? ഹല്ലേലൂയ. നമ്മുടെ കാര്യം നടക്കാനാണോ? പ്രാർത്ഥന ആവശ്യമുണ്ട്, അത് നടക്കണം. അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കണം. ഇതിനു വേണ്ടിയാണെങ്കിൽ കാര്യങ്ങൾ നടന്നു പോകുമായിരിക്കാം. പക്ഷെ അതല്ല. കർത്താവേ, എൻ്റെ മേൽ നിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ഈ ശൗലിന്റെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം മിന്നിയപ്പോൾ അവൻ അടുത്ത തലം തൊട്ട് അനേക പട്ടണങ്ങളിൽ സഭ സ്ഥാപിക്കുന്ന, അല്ലെങ്കിൽ അനേകരെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു അസാധാരണ മനുഷ്യനായി. ഞാൻ ഇന്ന് ഒരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയാമേ. നിങ്ങളുടെ സമ്പത്ത് ഒരു പരിധിക്കപ്പുറത്ത് ഉയർച്ച പ്രാപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കണം. ഹലോ, വർഷങ്ങളായിട്ട് കടബാധ്യതയ്ക്കകത്താണോ? പ്രാർത്ഥിക്കണം. ഒരു തരത്തിലും ആത്മീകമായും ഭൗതികമായും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലയോ? പ്രാർത്ഥിക്കണം. ഞാൻ പറയാം, ഇന്ന് പകലിൽ അത് പ്രാർത്ഥിച്ചാൽ നീ എന്ന് പറയുന്ന വ്യക്തിയുടെ മേൽ ദൈവം സ്വർഗീയമായത് ചിലത് പകരും. പകർന്നാൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? നമ്മളെ ഒതുക്കുന്ന, നമ്മളെ തകർക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്, അത് പൊട്ടിയങ്ങ് മാറും. എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു തരത്തിലും മുന്നോട്ട് വിടാത്ത സ്വാധീനങ്ങൾ നമ്മളെ പറ്റിപ്പിടിക്കുന്നുണ്ട്. രോഗമാകാം, കടബാധ്യതയാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, അസ്വസ്ഥതകളാകാം, അങ്ങനെ പലതരത്തിലുമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവദാസന്മാരോ കാലമടിച്ച് ആരാധിക്കണം? ഇത് എപ്പോഴാ ഈ ദൈവശക്തി വരുന്നത് നമുക്ക്? ഹലോ 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 ഞാൻ ചിന്തിക്കായിരുന്നു, ഞാനോ ബിവും പാസ്റ്റോ സുനിൽ പാസ്റ്റോ ഒക്കെ കർത്താവിൻ്റെ സന്നിധി പോയി, കർത്താവേ ഈ ആഴ്ച നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ പേര് പറയും. ഈ ആഴ്ച ജെസിയാൻഡിയെ കർത്താവ് ഇന്ന മേഖലയിൽ ഒരു സ്പർശനം കൊടുത്തേക്കണേ. നമുക്കങ്ങനെ സ്വർഗതലത്തിൽ ചെന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പറയാം, വേറെ ഒരു ചർച്ചിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. ഈ നിങ്ങളെ വിടുതൽ കണ്ടിട്ടേ ഞങ്ങൾ എന്തോ എത്തുള്ളൂ. കാരണം ഞങ്ങൾക്ക് അങ്ങനെ തമ്പുരാൻ്റെ അകത്ത് പോയിട്ട് കർത്താവ് ഈ ആഴ്ച ഇന്നാളെ തുടങ്ങുമെന്ന് പറഞ്ഞാൽ തമ്പുരാനൊരു സമയമുണ്ട്. പിന്നെ അടുത്ത കാര്യം, നമ്മൾ ആദ്യം വായിച്ചില്ലേ, ആർക്കാ ദാഹം നമുക്കുണ്ടെങ്കിലേ മിണ്ടുന്നില്ലല്ലോ ആരും. ഹലോ, സത്യമല്ലേ? ഹല്ലേലൂയ. ഇവിടെ പാസ്റ്റർമാര് കിടന്ന് വെള്ളം കോരുവാ. ആരെ കുടിപ്പിക്കാനാ? നിങ്ങൾ വാ തുറക്കുന്നില്ല, പിന്നെ എങ്ങനെ കുടിക്കും? ഹലോ ഹലോ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇത്രയും പേരെങ്കിലും വരുന്നുണ്ടല്ലോ. ഈ പ്രസംഗിക്കുന്ന ഞാൻ കിടന്ന് അനുഭവിക്കുന്ന ഭാരം, അയ്യോ. തിരുവല്ലക്കാര് കുറച്ചു മണി ആളുകളല്ല കേട്ടോ. സത്യം പാസ്റ്റർ. കറുകച്ചാലുകാർ കുറച്ചെങ്കിലും സ്നേഹമുള്ളവരാ, ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നവരാ. നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ഉറപ്പായിട്ടും പറയാം, അതിൻ്റെ ഒരു തലം ചലിക്കും. ഞാൻ യഥാർത്ഥത്തിൽ കർത്താവ് എന്നെ ഇന്ന് പകൽ ഇത് ഏൽപ്പിച്ചതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, ഇവിടെ ഇരിക്കുന്ന സകലരുടെ അകത്ത് സ്വർഗീയമായ ചിലതിൻ്റെ ദൈവം കൈമാറും. അതല്ലേ ജെസി ആൻറ്റി നമുക്ക് വേണ്ടത്? അല്ലേ അച്ഛാ? സ്വർഗീയമായ എന്തോ കാര്യം കർത്താവ് നമ്മുടെ അകത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, നീ വിശേഷതയുള്ള ആളാണ്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് പൊക്കോട്ടെ, ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് എടുത്തോട്ടെ, കുഴപ്പമുണ്ടോ? അരമണിക്കൂർ എടുത്തോട്ടെ. ഈ 1 മണി എന്നുള്ള സമയം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട്, ഈ ക്ലോക്ക് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കിപ്പോവും. ഞാൻ ആന്നോ? അരമണിക്കൂർ പുറമോട്ടാണ്. ശരിയാട്ടോ, 12:20 ആയതേ ഉള്ളൂ. ഓക്കെ, എന്നാ പോട്ടെ. ഞാൻ ആ പദം ഒന്നും പറയാതെ എനിക്കൊന്ന് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒന്നാം അധ്യായം നമ്മൾ വായിച്ചു. എന്താ? വെള്ളം. 2-ാം അധ്യായത്തിലേക്ക് വന്നേ.
2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 7-ാം വാക്യം, യേശു അവനോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. അപ്പൊ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടുത്തേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം. അപ്പോൾ ഒരു കാര്യം ദൈവം ആദ്യം തരികയാണ്, സഭയെ വന്നവരെല്ലാം എന്നോ ചെയ്തോണം, സ്നാനപ്പെട്ടോണം, വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടോണം. കളിപ്പീര് പരിപാടിക്കകത്ത് നിൽക്കരുത്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ സ്നാനപ്പെട്ടോണം. വചനം പറയുന്നു, വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയാൽ നമ്മുടെ മേൽ എന്നോ ഒരു സ്പെഷ്യാലിറ്റിയെ ദൈവം വിടും. യേശു കർത്താവ് വെള്ളത്തിൽ നിന്ന് സ്നാനപ്പെട്ട് പൊങ്ങിയപ്പോഴാണ് ആത്മാവ് വന്നത്. 1-ാം അധ്യായത്തിലാണ് ആത്മാവ് ഇറങ്ങിയതാ. വെള്ളത്തിൽ സ്നാനപ്പെട്ട് പൊങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? സ്വർഗത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങി, സ്വർഗത്തിൽ നിന്ന് സ്വർഗം തുറന്നിട്ട് പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ. അപ്പൊ മുങ്ങാത്തടത്തോളം സമയം ആത്മാവ് വരത്തുമില്ല, ശബ്ദം. അപ്പൊ മുങ്ങിയാൽ പൊങ്ങിയാൽ എന്തോ കേൾക്കും, ആത്മാവ് വരും, ശബ്ദം കേൾക്കും. ഗ്ലോറി ടു. കരമെടുത്ത് ഹല്ലേലൂയ പറഞ്ഞു. ഈ 2-ാം അധ്യായത്തിലേക്ക് അവിടെ ഈ 2-ാം അധ്യായത്തിൽ നമുക്കറിയാം, കനാവിലെ കല്യാണത്തിന് എന്ത് തീർന്നു പോയി? വീഞ്ഞ് തീർന്നു പോയി. ഞാനതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അതിന് ചരിത്രമൊക്കെ ഉണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പം വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ വീഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞപ്പോൾ അരമന ഈ കലവറയ്ക്കകത്ത് നിൽക്കുക മറിയാമ്മാമ കലവറയ്ക്ക് നോക്കി വീഞ്ഞു തീർന്നു. ഇനിയും ഇരിക്കുക, 10,000-2000 പേര് കഴിക്കാൻ നിൽക്കുക. അമ്മാമ്മയ്ക്ക് ആദ്യം ഒരു വെപ്രാളം. അമ്മാമ്മ പോയി സൂസമ്മാമ്മയോട് പറഞ്ഞില്ല, തങ്കപ്പൻ ചായനോട് പറഞ്ഞില്ല. അവൻ അങ്ങനെ വേണം. ഇച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു, ഇച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു. അവൻ്റെ വീഞ്ഞ്, അവൻ്റെ കൊച്ചിൻ്റെ കല്യാണം. നമ്മളായിരുന്നു എന്തോ ഇതേനെ ഫോൺ എടുത്തിട്ട്, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, വീഞ്ഞ് തീർന്നു പോയി, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഉടൻ തന്നെ പാസ്റ്റർ കേറ്ററിങ്ങിനെ വിളിക്കുന്നു, അടുത്ത ഇങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ആൾക്കാരറിയുക. പക്ഷെ മറിയാമ്മച്ചി എന്തോ ഇതില്ല, വേറെ ആരോടും പറയാതെ ഓടി വന്നിട്ട്, വീഞ്ഞ് തീർന്നു പോയി, എന്തേലും ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരാൾ നീയേ ഉള്ളൂ, വല്ലതും ചെയ്തോണം. ഒരു വീഞ്ഞാകണമെങ്കിൽ ഏകദേശം 50 ദിവസത്തോളം എടുക്കുമെന്നാണ് പഠനം പറയുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. 50 ദിവസത്തോളം എടുക്കും. അപ്പോൾ ഈ പെട്ടെന്ന് യേശുവിൻ്റെ അരികെ വന്നിട്ട് പറയാ, വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ യേശു പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എൻ്റെ നാഴിക ഇതുവരെ, എൻ്റെ സമയം ഇതുവരെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കർത്താവിനറിയാം. കർത്താവ് അവിടെ വന്നതും അതിൻ്റെ പിന്നിൽ കർത്താവിനറിയാം ഇവിടെ ചില കുറവുകൾ ഉണ്ടാകും. ഞാൻ അവിടെ ഉണ്ടെങ്കിലേ ചിലത് നടക്കത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഭാഗം വായിച്ചു വന്നപ്പോൾ ശരിക്കും ഞാൻ ചിന്തിച്ചു, കർത്താവ് ഇപ്പം പറയുമായിരിക്കുമെന്ന്. ആ കലവറയ്ക്കകത്ത് വീഞ്ഞു വെച്ചേക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ അകത്തെ നോക്കി കർത്താവ് പറയുമായിരിക്കും, പിതാവേ ആ പാത്രത്തിൽ അങ്ങ് വീഞ്ഞുണ്ടാകട്ടെ എന്ന് കർത്താവിന് പറയാമായിരുന്നില്ലേ? എൻ്റെ ഒരു ചിന്തയാ അല്ലേ? നമുക്ക് നമ്മുടെ ചിന്തയുണ്ട്, കർത്താവേ ഇപ്പോൾ ആ കൊച്ചിൻ്റെ പരീക്ഷയിൽ 99.9% മാർക്കം കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു. നമ്മുടെ ഒരു താല്പര്യം, കർത്താവേ നാളെ ജപ്തിക്കാർ വരും, അപ്പം ഇന്ന് രാത്രിയിലൊരു ദൈവം ചെയ്യത്തില്ലെന്നല്ല. നമ്മുടെ ടൈം വെച്ച് നമ്മുടെ സിസ്റ്റം വെച്ചുമാണ് ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതം നമ്മളൊക്കെ ഇതായിരുന്നോ അത്ഭുതം എന്ന് പറയിപ്പിക്കുന്നതാണ് ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതം. ഗ്ലോറി ടു ഗോഡ്. യേശു ചെയ്തതെന്താ? യേശു വീഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോൾ യേശു ചെയ്തത്, കർത്താവ് കൽപാത്രങ്ങൾ, പുറംപറമ്പിൽ കിടന്ന കൽപാത്രത്തെ എടുത്ത് അകത്തു കൊണ്ടുവന്ന് അവനെ കഴുകി അവിടെ വെള്ളം, ഒരു പാരമ്പര്യത്തെ കർത്താവ് ബ്രേക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ത് ചെയ്തോണം? വെള്ളം നിറയ്ക്കണം. ഈ പിന്നിൽ പാസ്റ്റർമാരുടെ പിന്നിൽ ചാർജായിട്ട് നിൽക്കുന്ന ചില വിശ്വാസികളുണ്ട് കേട്ടോ. അവരെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളൊക്കെ അങ്ങനെ ആകണം. ഹലോ, കാരണം ഈ പാസ്റ്റർമാരൊക്കെ പ്രാർത്ഥിക്കും,
പക്ഷെ ചില സമയത്ത് അത്ഭുതം നടക്കുന്നത് ആരുടെ കരത്തിലൂടെയാണെന്ന് അറിയാമോ? ആരുടെ കരത്തിലൂടെ? ശുശ്രൂഷക്കാരുടെ കരത്തിലൂടെ. അത് ചെയ്യാൻ ഇവിടെ മോള് കൊണ്ട് കാർഡ് കൊടുക്കുന്നത് കണ്ടു. മോളെ നല്ല കാര്യമാണ്. കൊടുക്കുമ്പോൾ പറയണം, കർത്താവ് ഈ മനുഷ്യൻ ഇതിൻ്റെ അകത്ത് എഴുതി കൊണ്ട് തരുമല്ലോ, ഇങ്ങനെ ലൈഫ് തിരിയണം, ഇനിമേൽ ഈ ചർച്ചിലല്ലാതെ വേറൊരിടത്തും ഈ മനുഷ്യൻ പോകരുത്. ഇതിൻ്റെ അകത്ത് എഴുതിയ സകല മറുപടിക്ക് ചോദ്യത്തിന് എന്ത് ചെയ്യണം? മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞു വേണം കൊണ്ട് കൊടുക്കാൻ. എന്ന് പറഞ്ഞാൽ ആരുടെ കരത്തിലൂടെ അത്ഭുതം വെളിപ്പെടുന്ന അറിയാമോ? ശുശ്രൂഷ. അപ്പോൾ ശുശ്രൂഷക്കാർ കർത്താവ് പറഞ്ഞു, വേണ്ട അതിൻ്റെ അകത്ത് വെള്ളം കോരി. അവരെന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മളായിരുന്ന എന്തോ ഇതിനെ കോരി മടുത്ത് ചോദിക്കും, കണ്ട ഇത്രയും മതിയോ? 2 പാട്ട് കഴിയുമ്പോൾ പാസ്റ്ററെ നോക്കുക, നിർത്തുന്നില്ലയോ? വിയർത്ത് മനുഷ്യൻ ഇവിടെ അല്ലേ? ശരിയല്ലേ അച്ഛാ? വേണ്ട അടുത്ത 3-ാമത്തെ പാട്ടും വരും. പറയാ നമുക്ക് ഒന്നുകൂടെ കൈയടിച്ച് ആത്മാവിൽ ആരാധിക്കാം. ഇത് കേൾക്കുമ്പോൾ വേണ്ട ഇത് 2 പാടി ഇനിയും വേണ്ട ഗ്ലോറി. വക്കോളം നിറയാൻ ഈ 7 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞു. നാളെ പാസ്റ്റർ പറയാം അടുത്ത 3 ദിവസം കൂടെ ഉപവാസമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യും? പാസ്റ്റർ പറയാം നാളെ അടുത്ത 3 ദിവസം കൂടെ സഭയിൽ ഉപവാസമുണ്ട്, എല്ലാവരും വരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യും? ഇങ്ങേർക്ക് ഇതല്ലാതെ പിണങ്ങത്തില്ലേ? ഹലോ, സ്തോത്രം. എൻ്റെ പാസ്റ്ററെ എനിക്കും ഇതുപോലൊരു 10 പേരെ കിട്ടാൻ പ്രാർത്ഥിക്കണം. അല്ലേ ഇതിന് പാസ്റ്ററെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടിരിക്കുന്നു ആണോ? ഞാൻ വരും ഒരു ദിവസം. നിങ്ങളുടെ അടുത്ത് ശുശ്രൂഷിക്കുന്നതിനത് ഭയങ്കര ഫ്രീഡം എനിക്കുണ്ട്. ഹല്ലേലൂയ. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷക്കാരോട് വെള്ളം കോരാൻ പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? വാക്കോളം കർത്താവ് പറഞ്ഞ അതേ തലത്തിൽ കർത്താവിൻ്റെ മനസ്സ് കണ്ടിട്ട് ഇവരെന്ത് ചെയ്യുവോ? കോരി നിറയ്ക്കുക. ഹല്ലേലൂയ. ഇവർക്കറിയത്തില്ല ഇനി അടുത്തത് എന്താ നടക്കാൻ പോകുന്നെന്ന്. പക്ഷേ കർത്താവ് പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തു. ഇന്ന് മുതൽ ഞാൻ ഒരു കാര്യം പറയുന്നത് മക്കളെ, കോരുന്നത് പച്ചവെള്ളമാണെന്ന് അവർക്കറിയാം. ഒരു പക്ഷെ ആവശ്യം വീഞ്ഞെന്നറിയാം. വീഞ്ഞും പച്ചവെള്ളവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അതിന് H2O എന്ന് പറഞ്ഞാൽ നോർമൽ കണ്ടന്റും വൈൻ എന്ന് പറയുന്ന കണ്ടന്റും തമ്മിൽ രണ്ടും ഒത്തിരി വൈരുദ്ധ്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ കെമിസ്ട്രി ഒക്കെ വെച്ച് നോക്കിയാൽ, ഫിസിക്സ് ഒക്കെ വെച്ച് നോക്കിയാൽ ഈ സാധനത്തെ ഒറ്റ നിമിഷം കൊണ്ടൊന്നും പറ്റത്തില്ലെന്നേ. ഹലോ, സ്തോത്രം. പക്ഷെ പറഞ്ഞതാരാന്നറിയാമോ? സൃഷ്ടിപ്പിന്റെ ഉടമസ്ഥനാകുന്ന ദൈവമാ പറഞ്ഞത് കോരാൻ. ദൈവമാ പറഞ്ഞത് കോരാൻ. നസ്രയനാ പറഞ്ഞത് കോരാൻ. ഇന്ന് പകൽ പരിശുദ്ധന്മാ പറയുന്നു, നീ ഇവിടെ വന്നിരിക്കുന്നത് കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടാണെങ്കിൽ, നീ ഈ കേൾക്കുന്നത് ദൈവ ശബ്ദമാണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനൊന്ന് കോരിക്കോ, ആത്മാവിനൊന്ന് ചേർന്നോ, കരമടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചോ. ഇന്ന് പകൽ നിന്റെ കരത്തിലൂടെ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാ. ഇന്ന് പകൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വായികൾ തുറന്ന് അതിരങ്ങൾ ചലിപ്പിച്ച് പ്രാർത്ഥിര്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആത്മാവിൽ കോരിക്കോ. ഇന്ന് മകൾ നീ സ്തുതിക്കുന്നത് വെറുതെയല്ല, നീ ആരാധിക്കുന്നത് വെറുതെയല്ല. നിന്റെ കരത്തിലൂടെ ഇന്ന് മകൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാ. നിന്റെ സാഹചര്യത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെട്ടു വരാൻ പോകുകയാ. നിന്റെ മേൽ ഇന്ന് മകൾ പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഇന്ന് മകൾ വ്യാപരിക്കാൻ പോകുന്നു. നിന്റെ വീടിന്റെ അകത്ത് ചില അത്ഭുതങ്ങൾ സംഭവിക്കും. കരമടിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് പകൽ കരയണമെങ്കിൽ ദൈവത്തോട് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കണമെങ്കിൽ ഇന്ന് പകലിൽ എന്റെ ദൈവം ചിലരുടെ ജീവിതത്തിന്റെ അകത്ത് നോർമലായിരിക്കുന്ന, സാധാരണമായിരിക്കുന്ന അന്തരീക്ഷത്തെ മാറ്റിയിട്ട് ദൈവികമാകുന്ന ചില സാഹചര്യങ്ങളെ
തുറന്നു വരുന്നു, തുറന്നു വരുന്നു, തുറന്നു വരുന്നു. ഇന്ന് പകൽ പ്രാർത്ഥന തുറന്നു വരുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ എന്തൊക്കെയോ കലവറകൾ തുറന്നു വരുന്നു. ദൈവത്തിന്റെ പദ്ധതി എന്തൊക്കെയോ തുറന്നു വരുന്നു. ദൈവത്തിന്റെ നിയോഗങ്ങൾ എന്തൊക്കെയോ തുറന്നു വരുന്നു. ഏതൊക്കെയോ കുടുംബങ്ങൾക്കകത്ത് അടയപ്പെട്ട ഉറവകളെ എന്റെ ദൈവം തുറന്നു തരാൻ പോകുകയാ. ഏതൊക്കെയോ പാത്രങ്ങൾ നിറയുന്നല്ലോ, ഏതൊക്കെയോ പാത്രങ്ങൾ നിറയുന്നല്ലോ. കോരിയെടുക്ക്. ഏതൊക്കെയോ വീടുകൾക്കകത്ത് ആത്മതലത്തിന്റെ പാത്രങ്ങൾ നിറയുന്നല്ലോ. അന്തര വൈഡത രാഗസ്മന വൈഡത്തലി അർത്ഥജലഘടക അന്തൽപര ജൂഡഭസ്മനിയ അദാലഗട്ടുടി ഗജടഗച്ഛേലി അന്തൽമനഗദനിക ചുടവ. എനിക്കറിയാം ഇന്ന് പകൽ പച്ചവെള്ളത്തിന്റെ തലത്തിൽ നിന്ന് ദൈവം എന്തൊക്കെയോ മാറ്റം വരുത്താൻ പോവാം. നിങ്ങൾ ഈ ദൂതനെ സ്വീകരിച്ചോണേ. അടുത്ത ഒരു 15 മിനിറ്റ് നമ്മളൊന്ന് ആത്മാവിൽ ഈ ദൂതനെ ഒന്ന് കയറി പിടിക്കാൻ പോകുകയാണ്. അത് ഞാൻ പറഞ്ഞു, ഈ വെള്ളം കോരി നിറച്ചു. അതിൽ ബാല്യക്കാരുടെ ഒരു കർത്താവ് പറഞ്ഞു, എന്താ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, ഇത് നിങ്ങൾ കൊണ്ട് ആർക്ക് കൊടുക്കണം? വിരുന്നുവാഴിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നു, പച്ചവെള്ളം അതേ കോരിയപ്പോ അതുപോലെ അതിൻ്റെ ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ അത് അന്നേരം പറഞ്ഞേനേമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എവിടെ വെച്ച് അത്ഭുതം സംഭവിച്ചത്? കോരിയപ്പോഴാണോ, നിറച്ചപ്പോഴാണോ, വീണ്ടും തിരികെ പാത്രത്തിൽ കോരിയപ്പോഴാണോ, കൊടുത്തപ്പോഴാണോ? എപ്പോഴാണ് അത്ഭുതം നടന്നേ? എപ്പോഴാണെന്ന് അറിയത്തില്ല പാസ്റ്ററെ. വിരുന്നുവാഴിയുടെ നാവേലൊന്ന് തൊട്ടപ്പോ പുള്ളി പറഞ്ഞു, ഇത് കൊള്ളാം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നു, എങ്ങനാച്ചാ പച്ചവെള്ളം 1 മിനിറ്റ് കൊണ്ട് വീഞ്ഞായത്? ഞങ്ങൾക്കതറിയത്തില്ല, പക്ഷെ കർത്താവാ പറഞ്ഞത് കോരി നിറയ്ക്കാൻ. ഇന്ന് പകൽ ഞാൻ ആ ദൂതൊന്ന് പറയട്ടെ ദൈവമക്കളെ, പച്ചവെള്ളത്തെ 1 മിനിറ്റ് കൊണ്ട് ദൈവത്തിന് വീഞ്ഞാക്കാൻ പറ്റുമെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, നീ എന്ന് പറയുന്ന പച്ചവെള്ളത്തെ ഇന്ന് പകൽ എന്റെ ദൈവം ഒന്ന് നിന്നെ തൊട്ടാ, എന്റെ ദൈവം നിന്റെ തലമുറയെ തൊട്ടാ, എന്റെ ദൈവം നിന്നെ ഇന്ന് പകലൊന്ന് തൊട്ടാൽ, എന്റെ ദൈവം ഇന്ന് പകൽ നിന്നെ ഒന്ന് തൊട്ടാൽ, എന്റെ ദൈവം നിന്നെ ഇന്ന് പകലൊന്ന് കോരിയാൽ, ഇന്ന് പകൽ നീ സ്വാദിഷ്ടമാകും, മേത്തരമാകും, രുചി ഉണ്ടാകും, ഗുണമുണ്ടാകും. ഇന്നലെ വരെ നീ ലോകത്തിന് കയ്പായിരുന്നിരിക്കും, ഇന്നലെ വരെ നീ ദേശത്തിന് മധുരിക്കുന്ന ആ അവസ്ഥയിലായിരുന്നില്ലായിരിക്കും. എന്നാൽ ഇന്ന് പകൽ ഏതൊക്കെയോ ഭവനത്തെ കുറിച്ച് പരിശുദ്ധന്മാർ പറയുന്നു, നീ ഇന്ന് പകൽ നിന്റെ ദേശത്തിന് ഒരനുഗ്രഹമാകാൻ പോകുകയാ. ദൂതനെ പിടിച്ചോ, ദൂതനെ കയറി പിടിച്ചോ. ഇന്ന് പകൽ ചില വ്യക്തികളെ കുറിച്ച് പരിശുദ്ധന്മാർ പറയുന്നു, ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. നിന്റെ ഭവനം രുചിപ്പെടുത്താൻ പോകുകയോ, നിന്റെ വീട്, നിന്റെ ഭവനം രുചിപ്പെടുത്താൻ പോകുകയോ, നിന്റെ ഭവനം അനേകരെ രുചിപ്പെടുത്താൻ പോകുകയോ. നീ ഇന്ന് പകൽ പരിശുദ്ധന്മാർ പറയുന്നു, ഗുണമുള്ള, മധുരമുള്ള, സ്വാദിഷ്ടമുള്ള ഒന്നാക്കി എന്റെ ദൈവത്തിനെ മാറ്റാൻ പോകുകയോ. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചേ. ഇന്നലെ വരെ നീ ഒരു വേദനയായിരുന്നിരിക്കും, ഇന്നലെ വരെ നിന്റെ അകത്ത് സങ്കടമുണ്ടായിരിക്കും. എന്നാൽ പരിശുദ്ധന്മാർ ഇതില്ല, ഇല്ല, ഇല്ല. ഇന്ന് പകൽ എന്റെ ദൈവം നിന്റെ രുചിക്ക്, നിന്റെ ഗുണത്തിന്, നിന്റെ മണത്തിന് സ്വർഗീയമായ ചിലത് കൈമാറി ഒരു പ്രത്യേകതകൾ പകർന്നു തരാൻ പോകുകയോ. വിശ്വസിക്കുന്നവർ കരമടിച്ച് നിറയട്ടെ, കോരി നിറയട്ടെ. കോരി നിറയ്ക്ക്. വിശ്വാസത്തിൽ ചിലത് കോരി നിറയ്ക്ക്. ഇന്ന് പകൽ നിന്റെ രുചി മാറും, നിന്റെ ഗുണം മാറും, നിന്റെ അവസ്ഥ മാറും, നിന്റെ തലമുറയുടെ അവസ്ഥ മാറും, നിന്റെ കരച്ചില് മാറും, നിന്റെ നെടുവീർപ്പ് മാറും. ആരെയൊക്കെയോ ദൈവാത്മാവ് തൊടുന്നല്ലോ, ആരെയൊക്കെയോ എന്റെ ദൈവം തൊടുന്നല്ലോ. ചിലരുടെ രുചിയെ ദൈവം മാറ്റുന്നല്ലോ, ചിലരുടെ സാഹചര്യത്തെ ദൈവം മാറ്റുന്നല്ലോ.